കഥ തുടരുന്നു. രാജീവ് മേനോൻ സ്തബ്ധരായി മകളെ നോക്കി. താൻ സംശയിച്ചത് സംഭവിച്ചു എന്ന നടുക്കം അയാളുടെ സപ്തനാടികളെയും തളർത്തിക്കളഞ്ഞു. കാജലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാസിനോയിൽ വെച്ച് കണ്ടപ്പോൾ അച്ഛൻ അയാളെ വെറുത്തു കാണും, എനിക്കറിയാം. രാജീവ് സംഭവമറിയാതെ പകച്ചിരുന്നു. നീ ആരെക്കുറിച്ചാണ് പറയുന്നത്? മേനോൻ ചോദിച്ചു. എൻ്റെ ഫ്രണ്ട് രാജു മഹേന്ദ്രയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ജീവിതം തീർന്ന ഒരു ക്യാൻസർ രോഗിയായിരുന്നു അവൻ. ചിലമ്പിച്ച ശബ്ദത്തിൽ കാജൽ പറഞ്ഞു. കാസിനോയിൽ നമ്മൾ കണ്ടതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയി. അന്ന് വൈകിട്ട് രാജു മരിച്ചു. രാജീവ് മേനോൻ അപ്പോഴാണ് ശ്വാസം കഴിച്ചത്. നീ എന്നെ ഭയപ്പെടുത്തി കളഞ്ഞില്ല മോളെ. മരിച്ചത് രോഹനാണെന്നാണ് ഞാൻ കരുതിയത്. അസ്ഥാനത്താണ് നീ ഈ മരണവാർത്ത അറിയിച്ചത്, മേനോൻ പറഞ്ഞു. ഹെർക്കുലീസിനെ പോലെ കരുത്തനായ നിന്റെ ഫ്രണ്ട് മരിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. മിനിറ്റുകളോളം അവർക്കിടയിൽ നിശബ്ദതയുണ്ടായി. അവരുടെ സമീപത്തു നിന്ന പനിനീർ ചാമ്പയുടെ ശിഖരങ്ങൾ കാറ്റിലിളകി. ബാംഗ്ലൂരിൽ എന്നെ മ്യൂസിക് പഠിപ്പിക്കുന്ന ടീച്ചറുടെ മകനാണ് അവൻ. കണ്ണുകൾ തുടച്ചിട്ട് കാജൽ തുടർന്നു. 2 ആഴ്ച മുമ്പ് ജിമ്മിൽ വെച്ച് അവൻ്റെ മൂക്കിൽ നിന്ന് ചോര വന്നു. ഹോസ്പിറ്റലിലെ ടെസ്റ്റുകൾക്കൊടുവിൽ ലുക്കീമിയാണെന്ന് സ്ഥിരീകരിച്ചു. രാജീവ് മേനോൻ കണ്ണിമയ്ക്കാതെ മകളെ നോക്കി. മരിക്കാൻ രാജുവിന് ഭയമില്ലായിരുന്നു. അയാളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ നിർബന്ധിച്ച് യാത്ര പുറപ്പെട്ടത്. ഗോവയിലെ ബീച്ചുകളിലും കാസിനോകളിലും ഞങ്ങൾ കറങ്ങി. ജീവിതം തന്നെ തോറ്റവനെ കാസിനോയിൽ തോറ്റത് ഒരു പ്രശ്നമാണോ അച്ഛാ? അവൾ ചോദിച്ചു. മേനോൻ നിശബ്ദനായി ഇരുന്നതേയുള്ളൂ. ഞാൻ വൈൻ കുടിച്ചതും ചൂത് കളിച്ച് ആഹ്ലാദിച്ചതുമെല്ലാം രാജുവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. മരശിഖരത്തെ തഴുകി വന്ന കാറ്റ് കാജലിൻ്റെ മുടിയിഴകളെ പറത്തി. മേനോൻ കാജലിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ ഒരു പ്രൈമറി സ്കൂളിൻ്റെ വാർഷികത്തിന് താൻ ചീഫ് ഗസ്റ്റായി പങ്കെടുത്തത് മേനോൻ ഓർത്തു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കിങ് ബിസ്ക്കറ്റിൻ്റെ ഉടമസ്ഥൻ എന്ന നിലയിലാണ് അന്ന് ഞാൻ ആ ചടങ്ങിനെത്തിയത്. ഗസ്റ്റുകളെയും VIP-കളെയും കുട്ടികളുടെ മാതാപിതാക്കളെയും എല്ലാം ഓടി നടന്ന് പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുന്ന ഒരു കൊച്ചു ടീച്ചർ ആ ചടങ്ങിനെത്തിയവരുടെ ശ്രദ്ധാകേന്ദ്രമായി. മാട്ടുങ്കയിലെ ചേരികളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു അവിടെ കൂടുതലും. തെരുവിൽ അവർ അലഞ്ഞുതിരിയാതെ പിടിച്ചുകൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കുകയായിരുന്നു അധ്യാപകർ. ഭാവിയിൽ ക്രിമിനലുകളാകാതിരിക്കാൻ അവർക്ക് സന്മാർഗ കഥകളും അറിവിൻ്റെ പ്രകാശവും കൊടുക്കുകയായിരുന്നു ആ സ്കൂളിൽ. താൻ ആ കുഞ്ഞുങ്ങളുടെയും അവരുടെ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെയും മുഖങ്ങളിലേക്ക് നോക്കി. അവരോട് ഒരു മലയാളി എന്ന പരിഗണന അന്ന് തനിക്കുണ്ടായി. ഡെയ്സി, എല്ലാവരുടെയും പ്രിയപ്പെട്ട ടീച്ചർ. പോഷകാഹാരക്കുറവായിരുന്നു ആ കുട്ടികളുടെ മുഖ്യ പ്രശ്നം. 1 വർഷത്തേക്കുള്ള ബിസ്ക്കറ്റുകളും പാൽപ്പൊടിയും കൊടുക്കാമെന്ന് താൻ വാഗ്ദാനം ചെയ്തത് ഹർഷാരവത്തോടെയാണ് കുഞ്ഞുങ്ങൾ സ്വീകരിച്ചത്. പിന്നീട് മറ്റു ടീച്ചർമാരോടൊപ്പം ഡെയ്സി പല പ്രാവശ്യം ഓഫീസിൽ വന്നു. കുട്ടികളുടെ യൂണിഫോമിനും പുസ്തകങ്ങൾക്കും സഹായം അഭ്യർത്ഥിച്ചായിരുന്നു അത്. താൻ സ്കൂളിൽ പോയി അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഡെയ്സിയുടെ സ്നേഹവും നന്മയും തന്നെ ആകർഷിച്ചു. രത്നങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ഖനിയാണ് അവളെന്ന് എന്ത് വില കൊടുത്തും അത് വാങ്ങണമെന്ന് തോന്നി. തന്നെപ്പറ്റി എല്ലാം ഡെയ്സിക്ക് അറിയാമായിരുന്നു. വിവാഹം ചെറിയ ചടങ്ങായിരുന്നു. കാജലുണ്ടായി. അന്നത്തെ പോലെ ഇന്നും ഡെയ്സി സ്വന്തം ശമ്പളത്തിൽ മുംബൈയിലെ കൊച്ചു വീട്ടിൽ കഴിയുന്നു. ഇപ്പോൾ അമ്മയെപ്പോലെ മകളും വളർന്ന് സുന്ദരിയായിരിക്കുന്നു. കാസിനോയിൽ വെച്ച് കണ്ടപ്പോൾ മകൾ കൈവിട്ടു പോയെന്ന് തോന്നിയതാണ്. അങ്ങനെയല്ലെന്ന് ഇപ്പോൾ തോന്നുന്നു. അച്ഛനെ പറ്റിയുള്ള വാർത്തകൾ TV-യിൽ കണ്ടപ്പോൾ ഫോണിൽ വിളിച്ചതാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീടാണ് ഇവിടെയുണ്ടെന്ന് അറിഞ്ഞത്, കാജൽ പറഞ്ഞു. അച്ഛനെ കണ്ടപ്പോഴാണ് സമാധാനമായത്. രാജീവ് മേനോൻ വെയിറ്ററെ വിളിച്ച് ഒരു കർവോസിയർ കുടി ഓർഡർ ചെയ്തു. കാജൽ ഒരു കാപ്പുച്ചിനോ പറഞ്ഞു. കാറ്റ് ശക്തിയായി വീശി. 4-5 ചാമ്പപ്പൂക്കൾ അവർക്കിടയിലേക്ക് വീണു. വെയിറ്റർ മേനോൻ്റെ ബ്രാൻഡിയും കാജലിൻ്റെ കോഫിയും കൊണ്ടുവന്നു. ഈ സമയത്താണ് ജ്യോതി മേനോനും ഐസക് സ്റ്റീഫനും ലിഫ്റ്റിറങ്ങി ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്ക് വന്നത്. കോസ്റ്റാ പോളറൈസ്ഡ് ബ്ലൂ സൺഗ്ലാസാണ് ജ്യോതി വച്ചിരുന്നത്. ചുറ്റും നോക്കിയ സ്റ്റീഫൻ മരത്തണലിലിരിക്കുന്ന രാജീവ് മേനോനെ കണ്ടു. ഒരു നിമിഷം അത് മേനോൻ തന്നെയാണെന്ന് അയാൾ ഉറപ്പുവരുത്തി. ജ്യോതി, അയാൾ വിളിച്ചു. രാജീവ് താമസം മാറ്റിയത് ഇവിടേക്കാണ്. അവൾ സ്റ്റീഫനെ നോക്കി. അത് കണ്ടോ? അയാൾ കഴിച്ചുകൊണ്ടി. ജ്യോതി രാജീവിനെ കണ്ടു. കൂടെ ഇരിക്കുന്നത് ആരാ? അതയാളുടെ മകളാണ്. അവൾ അയാളുടെ കൂടെയുണ്ടോ? അവരുമായി രാജീവിന് കൂടുതൽ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പുച്ഛത്തോടെ സ്റ്റീഫൻ ജ്യോതിയെ നോക്കി. തനിക്കെന്തറിയാം? അയാൾ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നോ? സ്റ്റീഫൻ രാജീവിനെയും കാജലിനെയും നോക്കി. അയാൾ എന്തിനാ രോഹനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ജ്യോതി മുഖം തിരിച്ച് ഐസക് സ്റ്റീഫനെ നോക്കി. അവളുടെ മുഖത്തടിച്ച് ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുപ്പിക്കുകയായിരുന്നു സ്റ്റീഫൻ്റെ ലക്ഷ്യം. കിങ് ബാങ് നഷ്ടപ്പെട്ടതിൽ അയാൾ അത്രയ്ക്ക് നിരാശനായിരുന്നു. നിങ്ങളുടെ മകൻ രോഹൻ രാജീവ് മേനോന് ആരുമല്ല, കണ്ടോ? അത് അയാളുടെ ചോരയാണ്, സ്റ്റീഫൻ പറഞ്ഞു. ജ്യോതി വേഗം അവിടേക്ക് ചെന്നു. തൊട്ടുമുന്നിലെത്തി ഇരുവരെയും നോക്കി. അവൾക്ക് കാജലിനോട് വെറുപ്പായിരുന്നു. ഈ വേശ്യയുടെ മകൾക്ക് വേണ്ടിയാണോ നിങ്ങളെൻ്റെ മോനെ കൊല്ലാൻ ശ്രമിച്ചത്? ജ്യോതി ആക്രോശിച്ചു. കസേര പിന്നോട്ട് തള്ളിമാറ്റി കാജൽ എഴുന്നേറ്റു. നിങ്ങളെൻ്റെ അമ്മയെ പറ്റി എന്താ പറഞ്ഞത്? കാജൽ ജ്യോതിയെ നോക്കി. ഷട്ടപ്പ്, ഡോട്ടർ ഓഫ് ബ്ലഡി ബിച്ച്, ജ്യോതി കൈ ചൂണ്ടി. ആ ഇൻസൾട്ടിങ് കാജലിന് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. എൻ്റെ അമ്മയെപ്പറ്റി പറയാൻ നിങ്ങളാരാ?
ചോദ്യത്തോടൊപ്പം കാജൽ അവരുടെ മുഖത്തിന് നേരെ കൈവീശി. പക്ഷേ അടി വീഴുന്നതിന് മുമ്പ് ജ്യോതി മുഖം വെട്ടിച്ചു. സൺഗ്ലാസ് തെറിച്ചു പോയി. ജ്യോതി അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. കാജലിന് വേദനിച്ചു. കൈവിടിവിക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. ജ്യോതിയുടെ കരുത്ത് അവൾക്ക് മനസ്സിലായി. ഐസക് സ്റ്റീഫന് ഊർജ്ജം പകർന്ന കാഴ്ചയായിരുന്നു അത്. ഞാനൊന്ന് മൂളിയാൽ മാട്ടുകയിലെ പിള്ളേരെ അമ്മയെ മോളെ വെട്ടിനിറുക്കി തെരുവ് നായ്ക്കൾക്ക് തീറ്റയായി കൊടുത്തേനെ. അന്ന് ഞാനത് ചെയ്യാതിരുന്നുകൊണ്ടാ വാൽമാക്രി പോലുള്ള നീ എൻ്റെ നേരെ കൈ ഉയർത്തിയത്. ജ്യോതി കാജലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ജ്യോതി, അവളെ വിട്. മേനോൻ ഇടപെട്ടു. ജ്യോതി പിടിവിടാതെ കൈ കൂടുതൽ മുറുക്കി. വേദനിക്കുന്ന പോലെ കാജലിൻ്റെ മുഖം വല്ലാതായി. നിന്നോടാ പറഞ്ഞത്. മേനോൻ്റെ ശബ്ദം കനത്തു. കാജലിനെ പകയോടെ നോക്കിയിട്ട് ജ്യോതി കൈവിട്ടു. മകൾക്ക് വേദനിച്ചപ്പോൾ അയാൾക്ക് നൊന്തു. ജ്യോതി പിന്നാലെ എത്തിയ ഐസക് സ്റ്റീഫൻ ജ്യോതിയുടെ പക ആളി കത്തിക്കാൻ ശ്രമിച്ചു. താനാരാ? ഇവളുടെ പുതിയ ഭർത്താവോ? ഇയാൾക്കെന്താ ഇവിടെ കാര്യം? മേനോൻ സ്റ്റീഫനെ നോക്കി. സ്റ്റീഫൻ മറുപടി പറയാതെ ജ്യോതിയെ നോക്കി. ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. രാജീവ് മേനോൻ്റെ നേരെ സ്റ്റീഫൻ മുഖം തിരിച്ചു. രോഹന് വെടിയേറ്റ അന്ന് രാത്രി 2 മണിക്ക് നിങ്ങൾ അവനെ ഫോണിൽ വിളിച്ചതെന്തിനാ? മേനോൻ ചോദിച്ചു. സ്റ്റീഫൻ ഓർക്കപ്പുറത്ത് അടിക്കെട്ടിയതുപോലെ നടുങ്ങി. ജ്യോതി സ്റ്റീഫനെ നോക്കി. ആര് വിളിച്ചു? സ്റ്റീഫൻ പതറി. അപ്പോൾ രോഹൻ കലങ്കുട്ട് ബീച്ചിലെ റിസോർട്ടിലായിരുന്നു. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ പനാജിയിലെ എൻ്റെ മുറിയിലേക്ക് വന്നത്. രോഹൻ വന്ന കാർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. രാജീവ് മേനോൻ പറഞ്ഞത് കേട്ട് ഐസക് സ്റ്റീഫൻ പതറി. രഹസ്യം ചോർന്നെന്നും വാദി പ്രതിയാകുമെന്നും സ്റ്റീഫൻ ഉറപ്പായി. ശരിയാണോ സ്റ്റീഫ? ജ്യോതി ചോദിച്ചു. അയാൾ പുതിയ കള്ളങ്ങൾ കണ്ടുപിടിക്കുകയാ. ജ്യോതിവാ. സ്റ്റീഫൻ തിരിഞ്ഞു നടന്നു. അവൾ ആശങ്കയോടെ നോക്കി നിന്നു. അടുത്ത ദിവസം രാവിലെ ഡോക്ടർ ആന്റണി ഡയസ് രാജീവ് മേനോനെ വിളിച്ചു. മേനോൻ ഉടനെ ഹോസ്പിറ്റലിലെത്തി. രോഹന് ബോധം തെളിഞ്ഞു. അയാൾ ആദ്യം അന്വേഷിച്ചത് മിസ്റ്റർ മേനോനെയാണ്. മേനോൻ സന്തോഷമായി. എനിക്ക് അവനൊന്ന് കാണാമോ? തീർച്ചയായും. നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ടല്ലേ അയാൾ ജീവിച്ചിരിക്കുന്നത്. ഡോക്ടർ അയാളെ ICUവിലേക്ക് കൊണ്ടുപോയി. ഒരു ഡോക്ടറും നേഴ്സും അവിടെയുണ്ട്. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതേയുള്ളൂ. രോഹൻ അതിൻ്റെ മയക്കത്തിലാണ് സാർ, ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു. മയങ്ങി കിടക്കുന്ന രോഹനെ രാജീവ് മേനോൻ കണ്ടു. AC-യുടെ തണുപ്പിലും അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നു. മുഖത്ത് രക്തമയമുണ്ട്. ഉണർത്തണ്ട, ഉറങ്ങിക്കോട്ടെ. ഡോക്ടർ ആന്റണി രാജീവ് മേനോൻ്റെ പുറത്തു തട്ടി. ബോധം തെളിഞ്ഞപ്പോൾ രോഹൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവനെ വെടിവെച്ചത് ആരാണെന്നോ മറ്റോ? മേനോൻ ഡോക്ടറെ നോക്കി. ഇല്ല സാർ, പക്ഷേ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നി, ഡോക്ടർ പറഞ്ഞു. രോഹന് കൊലയാളി ആരാണെന്നറിയാം. ഇൻസ്പെക്ടർ അശോകൻ ഓരോ മണിക്കൂറും എന്നെ വിളിച്ച് രോഹൻ്റെ പുരോഗതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഡോക്ടർ പറഞ്ഞു. ജ്യോതി വസ്ത്രം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡോർബെൽ കേട്ടത്. പെട്ടെന്ന് അവൾ ഡ്രസ് ചെയ്ത് വാതിൽ തുറന്നു. ഹോട്ടൽ വരാന്തയിൽ ഐസക് സ്റ്റീഫൻ നിൽക്കുന്നു. സ്റ്റീഫനെ കണ്ടിട്ട് 2-3 ദിവസമായല്ലോ. എവിടെയായിരുന്നു നിങ്ങൾ? ഇപ്പോൾ ചെന്നാൽ രോഹനുമായി സംസാരിക്കാൻ ജ്യോതി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. സ്റ്റീഫൻ മുറിയിലേക്ക് വന്നു. അതവിടെ നിൽക്കട്ടെ. രാജീവ് മേനോൻ പറഞ്ഞത് സത്യമാണോ? അന്ന് രാത്രി നിങ്ങൾ എൻ്റെ മകനെ ഫോണിൽ വിളിച്ചോ? സ്റ്റീഫൻ മിണ്ടിയില്ല. നിങ്ങളോടാ ചോദിച്ചത്. ജ്യോതിയുടെ ശബ്ദം കനത്തു. വിളിച്ചു. എന്തിന്? വെറുതെ സംസാരിക്കാൻ. രാത്രി 2 മണിക്കാണോ വെറുതെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഭ്രാന്തായിരുന്നോ? ജ്യോതി ദേഷ്യപ്പെട്ടു. എന്നോട് കള്ളം പറയരുത്. അതെ, ഭ്രാന്തായിരുന്നു. രാജീവ് മേനോനെ കൊല്ലാനാണ് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞത്. സ്റ്റീഫൻ പൊട്ടിത്തെറിച്ചു. ജ്യോതി ഒന്ന് പകച്ചു. എന്നിട്ട് വെടിയേറ്റത് രോഹനാണല്ലോ. അതാരാ ചെയ്തത്? എനിക്കറിയില്ല. നിങ്ങൾ വിളിച്ച കാര്യം രാജീവ് മേനോൻ എങ്ങനെയാണ് അറിഞ്ഞത്? എനിക്കറിയില്ല. ഈ കാര്യം മറ്റാർക്കെങ്കിലും അറിയാമോ? അറിയില്ല ജ്യോതി. അപ്പോൾ സ്റ്റീഫൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. അയാൾ ഫോൺ ശ്രദ്ധിച്ചു. 4-5 നിമിഷം നോക്കി നിന്നിട്ട് ജ്യോതി ഡ്രസ്സിംഗ് ടേബിളിൻ്റെ നേരെ തിരിഞ്ഞു. അവിടെ ഇരുന്ന ആഭരണങ്ങളെടുത്ത് അണിഞ്ഞു. ഡോർബെൽ ശബ്ദിക്കുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. വീണ്ടും ബെൽ മുഴങ്ങി. പിന്നെയും ആവർത്തിച്ചപ്പോൾ ജ്യോതി ദേഷ്യത്തോടെ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ഇൻസ്പെക്ടർ അശോകൻ, പിന്നിൽ പോലീസുകാർ. മിസ്റ്റർ ഐസക് സ്റ്റീഫൻ ഇവിടെയുണ്ടല്ലോ അല്ലേ? ഇൻസ്പെക്ടർ തിരക്കി. ജ്യോതി തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നോക്കി. പെട്ടെന്ന് അവർക്ക് മനസ്സിലായി, സ്റ്റീഫൻ മുറിയിലില്ല. രോഹനെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ സ്റ്റീഫൻ്റെയൊപ്പം നിങ്ങളുണ്ടായിരുന്നു അല്ലേ? ഇൻസ്പെക്ടർ അശോകൻ്റെ ചോദ്യം കേട്ട് ജ്യോതി പതറി. ഐസക് സ്റ്റീഫൻ എവിടെ പോയി മറിഞ്ഞു എന്നറിയാതെ അമ്പരന്ന് നിന്നുപോയി ജ്യോതി. എന്നാൽ ആ ഭാവമാറ്റമൊന്നും അവളുടെ മുഖത്ത് കണ്ടില്ല. ഇൻസ്പെക്ടർ അശോകൻ ആ സ്യൂട്ടിലേക്ക് കടന്ന് പോലീസുകാരെ കൈ കാണിച്ചു. അവർ 4 പേരും അകത്തേക്ക് കടന്ന് മുറിയുടെ മുക്കും മൂലയും പരിശോധിച്ചു. ജ്യോതി നടുക്കത്തോടെ നോക്കി നിന്നു. ഐസക് സ്റ്റീഫനെ തൻ്റെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്താൽ പത്രങ്ങളിലും TV-യിലും വാർത്ത വരും. നാണക്കേടാകും. പോലീസുകാർ തിരിച്ചു വന്നു. ആരുമില്ല സാർ. അശോകൻ അത് വിശ്വാസമായില്ല. അയാൾ വേഗം എല്ലായിടത്തും ഒരു പരിശോധന നടത്തി. സ്റ്റീഫൻ അവിടെ ഉണ്ടെന്ന് 100% ഉറപ്പാക്കിയിട്ടാണ് വന്നത്. അയാൾ നിരാശനായി തിരിച്ചു വന്നപ്പോഴാണ് ജ്യോതി ശ്വാസം വിട്ടത്. ആ സർപ്പസുന്ദരിയെ അയാൾ സംശയത്തോടെ നോക്കി. സ്റ്റീഫൻ എപ്പോഴാണ് വന്നത്? നിങ്ങൾ വരുന്നതിന് മുമ്പ്. അശോകൻ വാക്കിട്ടോക്കി എടുത്ത് ഹോട്ടൽ റിസപ്ഷനിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ രമേഷ് സാവന്തിന് ചില നിർദ്ദേശങ്ങൾ നൽകി. പിന്നെ തിടുക്കത്തിൽ പുറത്തേക്ക് നടന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. സ്റ്റീഫനെ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. ജ്യോതിയുടെ മുഖം വിളറിപ്പോയി. അശോകൻ താഴെ എത്തിയപ്പോൾ സബ് ഇൻസ്പെക്ടർ രമേഷ് സാവന്ത് ഓടി വന്നു. സാർ,
സ്റ്റീഫൻ ഗേറ്റ് കടന്നു പോയിട്ടില്ല. അയാൾ വന്ന ചുവന്ന ഹോണ്ട കാറും ഡ്രൈവറും പാർക്കിംഗ് ഏരിയയിലുണ്ട്. സാവന്ത് ജ്യോതി മേനോൻ ഇപ്പോൾ തന്നെ അയാളെ വിളിക്കും. കൺട്രോൾ റൂമിൽ വിളിച്ച് അയാളുടെ ഫോൺ ട്രാക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറയൂ. സർ. ഇതിനോടകം ഹോട്ടലിലെ കുക്കിൻ്റെ സഹായത്തോടെ ഐസക് സ്റ്റീഫൻ പിന്നിലെ ചെറിയ ഗേറ്റിലൂടെ റോഡിലെത്തിയിരുന്നു. ഇൻസ്പെക്ടർ അശോകനെ പിടികൊടുക്കരുത്. ജ്യോതി അപ്പോൾ തന്നെ അറിയിപ്പ് കൊടുത്തു. നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ റിമാൻഡ് ചെയ്യാൻ അയാൾക്കൊരു വിഷമവുമില്ല. ബി കെയർഫുൾ. എനിക്കറിയാം, ഞാൻ വേറൊരു വാഹനത്തിന് വെയിറ്റ് ചെയ്യുകയാണ്. ഹോണ്ട പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. സ്റ്റീഫൻ റോഡിലൂടെ നടന്നു. നേരത്തെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആകാശം കറുത്ത് മൂടിക്കിടക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷറി വാൻ എത്തി. സ്റ്റീഫൻ അതിൽ കയറി. വാൻ അതിവേഗത്തിൽ പാഞ്ഞു. പെട്ടെന്ന് കാറ്റും മഴയും ശക്തമായി. മണ്ടോവി ബ്രിഡ്ജ് മഴയിൽ കുളിച്ച് മൂടൽമഞ്ഞിനിടയിൽ എന്ന പോലെ നിന്നു. എതിരെ നിന്ന് ലൈറ്റും സൈറണും ഇട്ട് വന്ന പോലീസിൻ്റെ കാർ വാൻ തടഞ്ഞു. പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്ന് ഒരു കാറെത്തി വാനിൻ്റെ മുന്നിൽ കയറി. അതിൽ നിന്ന് റെയിൻകോട്ട് ധരിച്ച ഒരാൾ റോഡിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇൻസ്പെക്ടർ അശോകൻ. അയാൾ കൈത്തോക്കെടുത്ത് ഡ്രൈവറുടെ നേരെ ചൂണ്ടി. പിന്നോട്ടെടുക്കാൻ തുടങ്ങിയ വാൻ നിന്നു. സ്റ്റീഫൻ വാതിൽ തുറന്ന് മഴയിലേക്ക് ചാടി. പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ച് താഴേക്ക് നോക്കി. മണ്ടോവി നദി ഇരുണ്ട് കിടക്കുന്നു. അകലെ മഞ്ഞ് പുകയ്ക്കിടയിൽ കാസിനോ ഷിപ്പുകൾ കടൽ ഭൂതങ്ങളെപ്പോലെ കണ്ടു. വായിൽ വീണ മഴവെള്ളം തുപ്പിക്കൊണ്ട് ഇൻസ്പെക്ടർ അശോകൻ അടുത്തു വന്നു. മിടുക്കനാണെങ്കിൽ ഐസക് സ്റ്റീഫൻ താഴേക്ക് ചാടി രക്ഷപ്പെടും. അയാളുടെ നേരെ ചൂണ്ടിയ തോക്ക് താഴ്ത്തിക്കൊണ്ട് മഴയേക്കാൾ ശബ്ദത്തിൽ ഇൻസ്പെക്ടർ പറഞ്ഞു. സ്റ്റീഫൻ ചാടിയില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ കമ്മീഷണർ പ്രണാബ് ഗവാക്കറുടെ ഓഫീസിലായിരുന്നു. ചൂട് കോഫിയും ലഘുഭക്ഷണവും കഴിച്ചുകൊണ്ടിരുന്ന അയാളുടെ ഉള്ളിലെ ഭീതി അപ്പോഴും മാറിയില്ല. കമ്മീഷണർ ഒരു മല പോലെ അടുത്തു വന്ന് സ്റ്റീഫൻ്റെ ചുമലിൽ തട്ടി. ഒന്നാന്തരം ഒരു ഗോവൻ ഫെനി വേണമെന്ന് സ്റ്റീഫന് തോന്നുന്നുണ്ടോ? വേണ്ട. ആ സ്വരം വിറച്ചു. ഡൽഹിയിലും ബോംബെയിലും ഗോവയിലും അയാൾക്ക് രാഷ്ട്രീയക്കാരിലും പോലീസ് ഓഫീസർമാരിലും വലിയ സ്വാധീനമുണ്ട്. പക്ഷേ ആരുമായും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. മൊബൈൽ ഫോൺ അശോകൻ്റെ കയ്യിലാണ്. ഗുഡ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം, കമ്മീഷണർ പറഞ്ഞു. അശോകനെയും കൂടാതെ ഒരു സ്ത്രീ കൂടി ഹാളിലുണ്ട്. നിങ്ങൾ എന്തിനാണ് രാജീവ് മേനോനെ കൊല ചെയ്യാൻ രോഹൻ അയച്ചത്? അശോകൻ സ്റ്റീഫനെ നോക്കി. ഞാൻ രോഹൻ അയച്ചിട്ടില്ല, സ്റ്റീഫൻ പ്രതിരോധിച്ചു. ജൂൺ 2 ഞായറാഴ്ചയാണ് മേനോൻ കാസിനോ ടൈറ്റനിൽ പോയത്. അന്ന് രാത്രി 2 മണി കഴിഞ്ഞാണ് നിങ്ങൾ രോഹനെ വിളിച്ച് ആ ജോലി ഏൽപ്പിച്ചത്. ഞാൻ രോഹന് ഫോൺ ചെയ്തിട്ടില്ല. എൻ്റെ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾക്ക് പരിശോധിക്കാം. മരിയ. അശോകൻ മേശപ്പുറത്തിരുന്ന മൊബൈലെടുത്ത് ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു. മരിയ ഫോൺ ഓൺ ചെയ്തു. കോൾ ലോഗ് പരിശോധിച്ചു. രാത്രി 1 മണിക്ക് ശേഷം രാവിലെ 6 മണി വരെയുള്ള കോളുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് സാർ. ആര്? ഞാനൊന്നും ചെയ്തിട്ടില്ല, സ്റ്റീഫൻ പറഞ്ഞു. അശോകൻ മറ്റൊരു ഫോൺ എടുത്ത് അയാളെ കാണിച്ചു. ഇത് രോഹൻ്റെ ഫോണാണ്. ഇതിൽ നിങ്ങളുടെ കോൾ വന്നിട്ടുണ്ട്. നിങ്ങൾ വിളിക്കാതെ എങ്ങനെയാണ് ഇതിലേക്ക് കോൾ വരുന്നത്? അങ്ങനെ ഒരു അപകടം സ്റ്റീഫൻ പ്രതീക്ഷിച്ചില്ല. ഒരു റിക്കവറി സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത നമ്പറുകൾ ഞങ്ങൾക്ക് തിരിച്ചെടുക്കാം, അശോകൻ പറഞ്ഞു. സ്റ്റീഫൻ്റെ ഫോൺ മരിയ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തു. പിന്നെ ചില കമൻറ്റുകൾ ടൈപ്പ് ചെയ്തു. കുറേ ഫോൺ നമ്പറുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ജൂൺ 3 തിങ്കളാഴ്ച രാത്രി 2 മണിക്ക് കഴിഞ്ഞ് 6 മിനിറ്റ് ആയപ്പോൾ ഈ ഫോണിൽ നിന്ന് രോഹൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. 7 മിനിറ്റ് സംസാരിച്ചു. മരിയ സ്ക്രീനിൽ നോക്കി പറഞ്ഞു. മറ്റാരെങ്കിലും ആയിരിക്കും, ഞാനല്ല. ഓക്കെ, നിങ്ങൾ സംസാരിച്ചത് കേട്ടാലോ? മരിയ ചോദിച്ചു. ഗോവൻ പോലീസിൻ്റെ ഇലക്ട്രോണിക് ബ്രെയിനാണ് അവളെന്ന് സ്റ്റീഫന് തോന്നി. സ്റ്റീഫൻ്റെ ശബ്ദം സ്റ്റീഫന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യയിലെ മുഴുവൻ മൊബൈൽ കസ്റ്റമേഴ്സിനെയും സൗണ്ട് വെരിഫൈ ചെയ്ത് നിങ്ങളുടെ സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യും, അശോകൻ പറഞ്ഞു. മരിയ കമ്പ്യൂട്ടർ റീകളക്ട് ചെയ്ത വേവ് സൗണ്ട് ട്രാക്ക് ഐഡൻറ്റിഫിക്കേഷൻ സോഫ്റ്റ്വെയറുമായി കണക്ട് ചെയ്തു. അല്പസമയത്തിനുള്ളിൽ മോണിറ്ററിൽ കസ്റ്റമറുടെ പേരും ഫോൺ നമ്പറും തെളിഞ്ഞു വന്നു. ഐസക് സ്റ്റീഫൻ. തുടർന്ന് ഫോട്ടോ. പിന്നെ തന്നെ സംബന്ധിക്കുന്ന വിവരങ്ങളും സ്റ്റീഫൻ കണ്ടു. ഇനി സ്റ്റീഫന് നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ, അശോകൻ ചോദിച്ചു. സ്റ്റീഫൻ്റെ ചുണ്ടുകൾ വരണ്ടു പോയിരുന്നു. മരിയ കീബോർഡിലെ ഒരു കീയിൽ മൃദുവായി സ്പർശിച്ചു. മോണിറ്ററിൽ സൗണ്ട് ട്രാക്കിൻ്റെ പിക്ചർ തെളിഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സ്റ്റീഫൻ ആലോചിക്കുമ്പോൾ ഭിത്തിയിൽ എവിടെയോ ഉള്ള സ്പീക്കറിൽ നിന്ന് രോഹൻ്റെ ശബ്ദം കേട്ടു. എന്താണ് സാർ? രോഹൻ എവിടെയാ? തൻ്റെ ശബ്ദം. സ്റ്റീഫൻ ഒന്ന് വിറച്ചു. ഞാൻ ഗോവയിലാ, കലങ്കൂട്ട് ബീച്ചിലെ റിസോർട്ടിൽ. എന്താ ഈ പാതിരാത്രി കഴിഞ്ഞപ്പോൾ? സാർ ഗോവയിലുണ്ടോ? ഞാൻ ഗോവയിൽ നിന്ന് പോന്നു. മുംബൈയിലാ, ജൂഹുവിലെ വീട്ടിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ജീവൻ മരണ പോരാട്ടമാ. തോറ്റാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. തങ്ങളന്ന് സംസാരിച്ചത് മുഴുവനാണ് കേൾക്കുന്നത്. സപ്തനാടികളും തളർന്നതുപോലെ ഐസക് സ്റ്റീഫൻ നിന്നു. ഇനി സ്റ്റീഫൻ എന്തെങ്കിലും പറയാനുണ്ടോ? കമ്മീഷണർ പ്രണാബ് ഗവാർക്കർ ഐസക് സ്റ്റീഫൻ്റെ നേരെ തിരിഞ്ഞു. സാറെ രക്ഷിക്കണം, എന്തു വേണമെങ്കിലും ചെയ്യാം. സ്റ്റീഫൻ വിറച്ചു. രാജീവ് മേനോനെ കൊല്ലാനാണോ രോഹനെ കൊല്ലാനാണോ നിങ്ങൾ പ്ലോട്ട് തയ്യാറാക്കിയത്? രോഹൻ മേനോൻ്റെ മുറിയിലെത്തിയ ഉടനെ നിങ്ങളയച്ച കൊലയാളിയും അവിടെ എത്തിയിരുന്നു. ഇരപിടിക്കുന്ന പുലിയെപ്പോലെ കമ്മീഷണർ അയാളെ നോക്കി. ആ മുറിയിൽ വെച്ച് രോഹനെ കൊല്ലുന്നതോടെ പ്രതി മേനോനാകും. നിങ്ങൾക്ക് ഒരേ സമയം 2 പേരെ ഇല്ലാതാക്കാൻ പറ്റും, ശരിയല്ലേ?
ഭിത്തിയിലെ വലിയ സ്ക്രീനിൽ കൊലയാളിയുടെ ഫോട്ടോ തെളിഞ്ഞു. സാറേ, ഈ മനുഷ്യനെ എനിക്കറിയില്ല. തന്നെ ജയിലിലടയ്ക്കാനുള്ള പുറപ്പാടാണെന്ന് സ്റ്റീഫൻ തിരിച്ചറിഞ്ഞു. നിങ്ങൾ അയാളെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? സത്യമായും ഞാൻ രോഹൻ്റെ പുറകെ ആളയച്ചിട്ടില്ല സാറേ. നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാം. ഇവനെ സെല്ലിലേക്ക് മാറ്റ്, കമ്മീഷണർ ഉത്തരവിട്ടു. ഭിത്തിയിലെ ക്യാമറകൾ ഓഫായി. ബെഡിൽ ചാരിക്കിടക്കയായിരുന്ന രോഹനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ആൻ്റണി ഡയസ് അയാളുടെ ചുമലിൽ മൃദുവായി തട്ടി. ഇപ്പോൾ രോഹന് ഒരു കുഴപ്പവുമില്ല. ഹെൽത്ത് ഈസ് ഫൈൻ. കുറച്ച് ദിവസം ഞങ്ങളുടെ നോട്ടത്തിൽ തന്നെ വേണം, പിന്നെ ഡിസ്ചാർജ് ചെയ്യാം. രോഹൻ പുഞ്ചിരിച്ചു. ഡോക്ടറും നഴ്സുമാരും പുറത്തിറങ്ങി. ജ്യോതിമാനൻ മാത്രമായി മുറിയിൽ ഐസിയുവിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് രോഹനെ മാറ്റിയിരുന്നു. മോൻ ഭക്ഷണം കഴിച്ച് ഷേവും ചെയ്താൽ പഴയ രോഹനാകും. ഒരാഴ്ച നീണ്ട അയാളുടെ താടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ജ്യോതി പറഞ്ഞു. സ്റ്റീഫൻ സാറിൻ്റെ കാര്യം എന്തായി? അയാൾ ചോദിച്ചു. 2 ദിവസമായി ഒരു വിവരവുമില്ല. പോലീസ് കസ്റ്റഡിയിലാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പത്രങ്ങൾക്കും ടിവിക്കും ഒരു വിവരവും കൊടുത്തിട്ടില്ല. ഹൈലി കോൺഫിഡൻഷ്യലാണ്. ഇൻസ്പെക്ടർ അശോകൻ എന്നെ കുറെ ചോദ്യം ചെയ്തു. ഞാൻ മേനോനെ കൊല്ലാൻ ശ്രമിച്ചില്ല, എന്നെ കൊല്ലാൻ വന്നവനെതിരെയാണ് തോക്കെടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ അശോകൻ വിശ്വസിച്ചിട്ടില്ല. അയാൾ വീണ്ടും വരും. രോഹൻ്റെ ശബ്ദം വല്ലാതെ ക്ഷീണിച്ചിരുന്നു. മോനെ, ആരാ നിന്നെ വെടിവെച്ചത്? എനിക്കറിയില്ല. ഞാനവനെ മുമ്പ് കണ്ടതായി ഓർക്കുന്നില്ല. ഇപ്പോൾ അവൻ്റെ രൂപം തന്നെ എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി. ജ്യോതി ആലോചിച്ച് നിന്നു. പിന്നെ പറഞ്ഞു. സ്റ്റീഫനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അതിനുവേണ്ട നീക്കങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. ജ്യോതി ഒരു ആപ്പിൾ മുറിച്ച് രോഹന് കൊടുത്തു. രാജീവ് മേനോൻ എല്ലാം അറിഞ്ഞെന്ന് നിനക്കറിയാമല്ലോ. ആ ഇൻസ്പെക്ടർ അയാളുടെ ആളാണ്. മേനോൻ്റെ ഇനിയുള്ള ശത്രു നീയാണ്. അയാൾ ശത്രുവിനെ തീർത്തു കളയും, ജ്യോതി പറഞ്ഞു. എന്തോ തീരുമാനിച്ചതുപോലെ രോഹൻ്റെ കണ്ണുകൾ കറങ്ങുന്ന ഫാനിൽ ഉടക്കി നിന്നു. ഞാനൊന്ന് എഴുന്നേറ്റോട്ടെ, അയാൾ മന്ത്രിച്ചു. പോർച്ചുഗീസ് നിർമ്മിതിയിലുള്ള പഴയ ബംഗ്ലാവിലാണ് മനീഷ താമസിക്കുന്നത്. അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ റൂംമേറ്റ് നടാഷ പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. 20കാരിയായ നടാഷ കൊമനേച്ചി റഷ്യക്കാരിയാണ്. അക്രോബാറ്റിക് ഡാൻസാണ് അവളുടെ ജീവിതമാർഗം. നടാഷ, ഞാനിന്ന് രാജീവ് മേനോനെ കാണാൻ പോവുകയാണ്, മനീഷ പറഞ്ഞു. പ്രാക്ടീസ് നിർത്തി കുതിരവാല് പോലെയുള്ള വെള്ളമുടി മാടി ഒതുക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. നിനക്ക് അയാളോട് പ്രേമമാണോ? നടാഷ ചോദിച്ചു. സ്ട്രോബെറി മുറിച്ചതുപോലെയാണ് അവളുടെ ചുണ്ടുകൾ. എന്തോ എനിക്ക് സാറിനെ കണ്ടപ്പോൾ മുതൽ ഒരടുപ്പം തോന്നുന്നുണ്ട്. ഞങ്ങൾ ഒരു കോമ്പിനേഷനിലാണ്. ഞങ്ങൾ ഒന്നിച്ചു കൂടിയപ്പോൾ സാർ 72 കോടി നേടി, അറിയാമല്ലോ. തുറന്നു കിടന്ന ജനലിലൂടെ കാറ്റ് അവരെ തഴുകി. അകലെ മിറാമർ ബീച്ചിലെ തിരകൾ ഇളകുന്നു. എവിടെ നിന്നോ ഒരു ഗോവൻ നാടോടിപ്പാട്ട് കേൾക്കാം. ഇതിനിടെ രാജീവ് മേനോൻ മറ്റൊരു വലിയ റിസോർട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. ജ്യോതിയും താനും ഒരേ ഹോട്ടലിൽ താമസിച്ചാൽ ശരിയാവില്ല. സ്വന്തമായി ബീച്ചുള്ള റിസോർട്ടാണത്. അവിടുത്തെ ഗാർഡനിലായിരുന്നു അപ്പോൾ രാജീവ് മേനോൻ. അറബിക്കടലിൻ്റെ തീരത്ത് അഗോദ ഫോർട്ടും ജയിലും കുറേ മാറി കോക്കോ ബീച്ചും കാണാം. സമയം 4 മണി കഴിഞ്ഞിരിക്കുന്നു. ഗാർഡനിൽ വിദേശികളായ ടൂറിസ്റ്റുകൾ അങ്ങിങ്ങായി മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പ്രകൃതി ആസ്വദിക്കുന്നു. 2 മേശകൾക്കപ്പുറത്ത് നോർത്ത് ഇന്ത്യക്കാരായ 2 ടൂറിസ്റ്റുകൾ. യുവാവ് ഹിന്ദി നടൻ ഋതിക് റോഷനെ പോലെയാണ്. കാശ്മീരി ആപ്പിൾ പോലൊരു പെൺകുട്ടിയാണ് കാലിന്മേൽ കാൽ കയറ്റി വെച്ച് എതിരെ ഇരിക്കുന്നത്. വലിയ ധനികരാണെന്ന് രാജീവ് മേനോന് തോന്നി. $1 ലിറ്ററിന് $75 വിലയുള്ള തൂത്തൻ ഗമൻ ബിയറാണ് അയാളുടെ മുന്നിലിരിക്കുന്നത്. ആവറേജ് $2000 വിലയുള്ള ഇമ്മാനുവേൽ റൂഗറ്റ് ക്രോസ് പരാന്ത്രോക്സ് ഫ്രഞ്ച് വൈൻ ബോട്ടിലാണ് അവളുടെ വിരലുകൾ താളം പിടിക്കുന്നത്. ഒരു ബൈക്ക് ടാക്സിയിൽ മനീഷ വന്നിറങ്ങി. ചുറ്റും നോക്കിയപ്പോൾ രാജീവ് അവളെ കൈ ഉയർത്തി കാണിച്ചു. മനീഷ വേഗം അവിടേക്ക് വന്നു. സാർ, അടുത്തെത്തി അയാളുടെ കയ്യിൽ പിടിച്ചു. ലോകത്തിലെ എല്ലാ ലഹരിയും തന്നിലേക്ക് വന്ന് നിറഞ്ഞതുപോലെ രാജീവ് മേനോന് തോന്നി. മനീഷയെ കണ്ടത് എനിക്ക് എത്ര സന്തോഷമായെന്നറിയാമോ? അയാൾ നിറഞ്ഞ സന്തോഷത്തോടെ ചോദിച്ചു. എനിക്കും, അവൾ മനോഹരമായി ചിരിച്ചു. മേനോന് അഭിമുഖമായി മനീഷയിരുന്നു. എന്താ കുടിക്കാൻ വേണ്ടത്? പഴയതുപോലെ ഞാനൊരു റെമി മാർട്ടിനും മനീഷയ്ക്ക് കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് മതി. ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. എനിക്ക് അവനെ അറിയാം. ആരെ? വെയിറ്റർ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നതിനിടയിൽ മേനോൻ ചോദിച്ചു. സാറിൻ്റെ മുറിയിൽ വന്ന് രോഹനെ വെടിവെച്ച കൊലയാളിയെ. ടിവിയിൽ അവൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അവനാരാ? മനീഷയുടെ നേരെ നോക്കുന്നതിന് മുമ്പ് രാജീവ് മേനോൻ അടുത്തു വരുന്ന വെയിറ്ററെ കണ്ടു. അയാളുടെ കയ്യിലെ ട്രേയിൽ റെമി മാർട്ടിൻ നിറച്ച ഗ്ലാസും ആവി പറക്കുന്ന കോഫി കപ്പും. അവൻ്റെ വലതുകരം ട്രേയുടെ അടിയിലാണ്. സൈലൻസർ ഘടിപ്പിച്ച ഒരു പിസ്റ്റൾ തങ്ങളുടെ നേരെ ചൂണ്ടിയിരിക്കുന്നത് മേനോൻ മനസ്സിലാക്കി. ഞൊടിയിട കൊണ്ട് അയാൾ മനീഷയെ തള്ളിമാറ്റി. തൻ്റെ കാതോട് ചേർന്ന് മുടിയിഴകൾ പറക്കുന്നതും ഒരു ചൂട് കടന്നുപോയതും അവൾ അറിഞ്ഞു. അടുത്ത ടേബിളിലിരുന്ന യുവതിയുടെ ആർത്തനാദം മുഴങ്ങി. യുവാവ് അവളുടെ മുന്നിൽ മേശപ്പുറത്ത് ശിരസ് കുനിഞ്ഞ് വീണു കിടക്കുന്നു. കുപ്പി ഉരുണ്ട് വൈൻ ഒഴുകി താഴേക്ക് വീണു. മേശപ്പുറത്ത് കമിഴ്ന്നു വീണ യുവാവിൻ്റെ ചെവിയിൽ നിന്ന് കുതിച്ചൊഴുകിയ ചോര കവിളിലൂടെ താഴേക്ക് വീണു. മനീഷ വിറച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. സാർ, ഇത് അയാളാണ്. അവളുടെ ശബ്ദം വിറച്ചു. രാജീവ് മേനോൻ നടുക്കത്തിൽ നിന്ന് മുക്തനാകാൻ തെല്ലു നിമിഷങ്ങളെടുത്തു. കൊലയാളിയെ മേനോനും തിരിച്ചറിഞ്ഞിരുന്നു. ഇൻസ്പെക്ടർ അശോകൻ കാണിച്ച ക്യാമറ ക്ലിപ്പുകളിലുള്ള ആൾ.
പോലീസ് ഗോവ മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളെയാണ്. സ്തബ്ധനായി നിന്ന മേനോൻ ആ കൊലയാളിയെ തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെയെങ്ങും കണ്ടില്ല. വെടിയേറ്റ യുവാവിൻ്റെ മുന്നിലിരുന്ന പെൺകുട്ടി പരിഭ്രമം കൊണ്ട് ചലിക്കാനാവാതെ മൃതപ്രായയായി കസേരയിലിരുന്നു. തെല്ലുനേരം കഴിഞ്ഞപ്പോൾ അവൾ മോഹാലസപ്പെട്ട് പിന്നിലെ കസേരയിലേക്ക് മറിഞ്ഞു വീണു. ഹോട്ടൽ ജീവനക്കാരും ഗസ്റ്റുകളും പരിഭ്രാന്തിയോടെ ഓടിവന്നു. ചുറ്റും ആളുകളുടെ ഓട്ടവും ഭീതി നിറഞ്ഞ ശബ്ദങ്ങളും. വെടിയേറ്റ ചെറുപ്പക്കാരന് ജീവനുണ്ടെന്ന് ആരോ പറയുന്നു. ഞൊടിയിടയിൽ ഡോക്ടറും ആംബുലൻസും വന്നു. ആ യുവാവിനെയും കൊണ്ട് ആംബുലൻസ് ആശുപത്രിയിലേക്ക് പാഞ്ഞു. റിസോർട്ട് മാനേജരും 2 സഹായികളും ധൃതിയിൽ അവിടേക്ക് വന്നു. രാജീവ് മേനോനെ കണ്ട് അയാൾ ബഹുമാനത്തോടെ അടുത്തു വന്നു. സോറി സാർ, ഈ റിസോർട്ടിൽ ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടു, രാജീവ് മേനോൻ പറഞ്ഞു. ആരാണ് ഈ വെടിവെച്ചത്? സാർ അയാളെ കണ്ടോ? കണ്ടു, മേനോൻ ആ രംഗം വിവരിച്ചു. മാനേജർ അതിനുശേഷം തിടുക്കത്തിൽ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി. സാറേ, ഞാൻ ആ മനുഷ്യനെ കണ്ടത് കാസിനോയിൽ വച്ചാണ്, മനീഷ രാജുവിനോട് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് അയാൾ കാസിനോ ടൈറ്റനിൽ വന്നിരുന്നു. മേനോൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആദ്യം കണ്ടതുപോലെയല്ല, അവളുടെ മുഖം വിളറിയിരുന്നു. റൂളറ്റ് കളിച്ച് അയാൾ കുറേ രൂപ കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അയാളെ ശ്രദ്ധിച്ചത്. ഒരു കളത്തിൽ തന്നെയാണ് അയാൾ കളിച്ചത്. അത് വിൻ ചെയ്തില്ല. അവൾ ആ രംഗം ഓർത്തു. നമുക്കിവിടെ നിൽക്കണ്ട, എൻ്റെ കോട്ടേജിലേക്ക് പോകാം, മേനോൻ പറഞ്ഞു. അപ്പോഴേക്കും കോട്ടേജിലായിരുന്ന ഡേവിഡും ഓടിയെത്തി. എന്തെങ്കിലും അപകടമുണ്ടായാൽ അത് സാറിനായിരിക്കുമോ എന്നാണ് ഞാൻ ആദ്യം ഭയക്കുന്നത്. ഭാഗ്യം, രക്ഷപ്പെട്ടല്ലോ. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഡേവിഡ് ആശ്വസിച്ചു. മേനോൻ മനീഷയെ ഡേവിഡിന് പരിചയപ്പെടുത്തി. സാറ് പറഞ്ഞിരുന്നു. നേരിട്ട് കണ്ടതിൽ വളരെ സന്തോഷം, ഡേവിഡ് ചിരിച്ചു. 2 or 3 പേരെ ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ക്കാനുള്ള കരുത്ത് ഡേവിഡിനുണ്ടെന്ന് മനീഷയ്ക്ക് തോന്നി. കോട്ടേജിലേക്ക് നടക്കുമ്പോൾ മേനോൻ ഇൻസ്പെക്ടർ അശോകനെ ഫോൺ ചെയ്തു. സാർ, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്പെക്ടർ മറുപടി നൽകി. ചുറ്റുപാടും ഓടി നടക്കുന്ന വെയിറ്റർമാർക്കിടയിൽ മേനോൻ ആ രൂപം പരതി. പക്ഷേ കണ്ടെത്താനായില്ല. 2 മുറികളും സിറ്റൗട്ടും ഡൈനിങ് റൂമും ചെറിയ ഓഫീസ് മുറിയും കിച്ചണുമുള്ള ആഡംബര കോട്ടേജാണ് രാജീവ് മേനോൻ്റേത്. ഡേവിഡ് അവർക്ക് കടുപ്പത്തിലുള്ള കാപ്പി തയ്യാറാക്കി കൊടുത്തു. അയാൾ എന്നെയാണോ ഉന്നം വെച്ചത്? മനീഷ മേനോനെ നോക്കി. സാറിനെ തള്ളി മാറ്റിയല്ലോ. അയാൾ ട്രേയുടെ അടിയിൽ ഒരു തോക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടു. എന്നെ കാണാൻ വന്നിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ തിരിച്ചയക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. മേനോൻ കാപ്പിക്കപ്പ് ഒന്ന് മുത്തി ചൂടായതിനാൽ തിരിച്ചു വച്ചു. മനീഷ അയാളെ നോക്കി. അദ്ദേഹം തന്നെ വിലമതിക്കുന്നു. ഡേവിഡ് ഒരു കമാൻഡോയെ പോലെ വെളിയിലേക്ക് നോക്കി നിന്നു. രാജീവ് മേനോൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ഉറപ്പായി. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ അശോകൻ്റെ പോലീസ് സംഘം എത്തി. അന്വേഷണവും ചോദ്യം ചെയ്യലും ആരംഭിച്ചു. ഇൻസ്പെക്ടർ കോട്ടേജിലേക്ക് വന്ന് രാജീവ് മേനോനോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. മനീഷയെ പരിചയപ്പെട്ടു. ആരും ഒന്നുകൂടി നോക്കുന്ന ഒരു ഓമനത്വം അവൾക്കുണ്ടെന്ന് അശോകന് തോന്നി. ഹോസ്പിറ്റലിലെത്തും മുമ്പേ ആ ചെറുപ്പക്കാരൻ മരിച്ചു, ഇൻസ്പെക്ടർ പറഞ്ഞു. അയാളെപ്പറ്റി എന്തെങ്കിലും അറിവ് കിട്ടിയോ? അയാളുടെ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെ കണ്ടിരുന്നല്ലോ അല്ലേ? മേനോൻ ചോദിച്ചു. അവളെ ഞങ്ങൾ ചോദ്യം ചെയ്തു. അവളുടെ പേര് ഹേമ സൊമാനി. ഡൽഹിയിലെ ധനിക കുടുംബത്തിലേതാണ്. അവളുടെ ബോയ്ഫ്രണ്ടാണ് അയാൾ. നിർബൻ കൽക്കട്ടയിലെ ബിസിനസ്സുകാരൻ്റെ മകനാണ്, ഇൻസ്പെക്ടർ പറഞ്ഞു. ഇരുവരും ഡൽഹിയിൽ ഏവിയേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. 2 ദിവസം ഇവിടെ താമസിച്ച് വാരാന്ത്യം ആഘോഷിക്കാൻ വന്നതാണ്. സബ് ഇൻസ്പെക്ടർ രമേഷ് സാവന്ത് അവിടേക്ക് വന്ന് പറഞ്ഞു. സാർ, റിസോർട്ടിലെ എല്ലാ സ്റ്റാഫുകളെയും ചോദ്യം ചെയ്തു. ഒരു വെയിറ്ററാണ് വെടിവെച്ചതെന്നാണ് സംശയിക്കുന്നത്. പക്ഷേ അയാളെ പിന്നെ കണ്ടിട്ടില്ല. CC ക്യാമറകളിലും അയാളില്ല. ഞങ്ങൾ പരിശോധിച്ചു. മനീഷ കോട്ടേജിന് വെളിയിൽ നിൽക്കുകയാണ്. സാറിൻ്റെ സാക്ഷിമൊഴി രേഖപ്പെടുത്തണം. മനീഷ സാക്ഷിയാണെങ്കിലും മൊഴിയെടുക്കണ്ട. കേസ് വരുമ്പോൾ അവൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും, അശോകൻ സബ് ഇൻസ്പെക്ടറോട് നിർദ്ദേശിച്ചു. സാർ, രമേഷ് സാവന്ത് പോയി. കുറച്ചു സമയം കൂടി രാജീവ് മേനോനോടൊപ്പം റിസോർട്ടിൽ ചെലവഴിച്ചിട്ടാണ് മനീഷ പുറപ്പെട്ടത്. അവളൊരു ടാക്സി പിടിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ മേനോൻ പറഞ്ഞു, ഇവിടെ നിന്ന് മനീഷയെ തനിച്ചു വിടില്ല. നിന്റെ സെക്യൂരിറ്റി എൻ്റെ ആവശ്യമാണ്. ഡേവിഡ് കൊണ്ടുപോയി വിടും. അയാൾ ഡേവിഡിന് നിർദ്ദേശം കൊടുത്തു. മേനോൻ്റെ കാർ ഡേവിഡ് കൊണ്ടുവന്നു. മനീഷയ്ക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. ചെന്നിട്ട് ഞാൻ സാറിനെ വിളിക്കാം, കാറിൽ കയറും മുമ്പ് അവൾ പറഞ്ഞു. അയാൾ ശിരസിളക്കി. കാർ നീങ്ങിയപ്പോൾ മനീഷ അല്പനേരം കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് രാജീവ് ആഗ്രഹിച്ചു പോയി. കാർ പാർക്കിംഗ് ഏരിയയിൽ കടന്ന് കുലച്ചു കിടക്കുന്ന മലേഷ്യൻ തെങ്ങുകൾക്കിടയിലൂടെ നീങ്ങിയപ്പോൾ ഒരു നീല ബെൻസ് കാർ സൈഡിലൂടെ വന്ന് വഴി തടഞ്ഞു. മനീഷ സംശയത്തോടെ നോക്കിയപ്പോൾ നീലക്കാരൻ്റെ ഡോർ തുറന്ന് മഹേഷ് റായ് ഇറങ്ങി. കാസിനോ ടൈറ്റനിൽ വെച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ശേഷം മനീഷ അയാളെ കണ്ടിരുന്നില്ല. മഹേഷ് റായ് ഒരു ജമൈക്കൻ ചുരുട്ട് കടിച്ചു പിടിച്ച് നേർത്ത പുക ചുണ്ടുകൾക്കിടയിലൂടെ വിടുന്നു. അയാൾ തന്നെ നോക്കി വഷളം ചിരിച്ചിരിക്കുന്നത് കണ്ട് മനീഷ കാറിൽ നിന്നിറങ്ങി. സാറെന്തിനാ എന്നെ തടഞ്ഞത്? 1 ആഴ്ച കൊണ്ട് നീ അങ്ങ് കൊഴുത്തല്ലോടി. മഹേഷ് റായ് അവളെ അടിമുടി നോക്കി. വെറുതെയല്ല കിങ് രാജീവ് മേനോൻ ഭൂലോകസുന്ദരിയായ ജ്യോതിയെ പുല്ലുപോലെ ഡൈവേഴ്സ് ചെയ്തത്. അയാളുടെ കാറിനുള്ളിൽ മറ്റാരോ ഇരുന്ന് തന്നെ നോക്കുന്നത് മനീഷ കണ്ടു. 10 കോടി രൂപ രാജീവ് മേനോൻ ഓഫർ ചെയ്തപ്പോൾ നീ വേണ്ടെന്ന് പറഞ്ഞത് 1000 കോടി രൂപയുടെ കിങ് ബാങ്ക് സ്വന്തമാക്കാനായിരുന്നു അല്ലേ? നീയാടി പെണ്ണ്. സാർ ഇങ്ങനെ അന്തസ്സില്ലാതെ സംസാരിക്കരുത്.
രോഷവും വിഷമവും നിറഞ്ഞിരുന്നു മനീഷയുടെ സ്വരത്തിൽ. ഞാനൊരു ഡിപ്ലോമാറ്റിക് തറയാ. നിന്നെ ഞാൻ രാജീവ് മേനോന് മാത്രമായി കൊടുക്കൂല. അയാൾ ചുരുട്ടുകടിച്ച് പുകയെടുത്തു. എന്താ പ്രശ്നം? പെട്ടെന്ന് ഡേവിഡ് കാറിൽ നിന്നിറങ്ങി. ഓ, ഡേവിഡ്, മേനോൻ്റെ മാനേജർ. മഹേഷ് റായ് ചിരിച്ചു. ഒരു പ്രശ്നവുമില്ല ഡേവിഡേ. ഞാൻ ഈ കൊച്ചിന് ഗുണമുള്ള ഒരു കാര്യം പറയുകയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. അയാൾ കാറിൽ കയറി ഡോറടച്ചു. നീല കാർ മുന്നിൽ നിന്ന് മാറി. മേനോൻ്റെ കാർ പോയപ്പോൾ കാറിലിരുന്ന ആൾ ഒരു ഐഫോൺ മഹേഷ് റായിയുടെ നേരെ നീട്ടി. അയാളെടുത്ത മനീഷയുടെ ഫോട്ടോകൾ ഗാലറിയിലുള്ളത് കാണിച്ചു. മഹേഷ് റായി ഫോട്ടോകൾ സെൻഡ് ചെയ്ത ശേഷം ആ നമ്പറിൽ വിളിച്ചു. അന്തോണിച്ചായ, കണ്ടോ അവളെ? കൊള്ളാമല്ലോടാ. മറുവശത്ത് നിന്ന് ശബ്ദം കേട്ടു. നിങ്ങളുടെ നാട്ടിലെ നല്ല മറയൂർ പച്ചക്കരിമ്പ് പോലെയാ. ചണ്ടി പോലും ചവച്ചു വിഴുങ്ങാം. ഞാൻ അവളെ ഒന്ന് നേരിട്ട് കാണട്ടെ. മറുവശത്ത് നിന്ന് കനത്ത ശബ്ദത്തിലുള്ള മറുപടി വന്നു. രാത്രിയിൽ ഇൻസ്പെക്ടർ അശോകൻ രാജീവ് മേനോൻ്റെ കോട്ടേജിൽ വന്നു. ബ്രസീലിയൻ പോൾ മേസൺ ഗ്രാൻഡ് അംബർ ബ്രാൻഡ് 2-ാമത്തെ പെഗ് ഗ്ലാസ്സിൽ പകർന്നു വെച്ചിരിക്കുകയായിരുന്നു മേനോൻ. വറുത്ത ഒരു പ്ലേറ്റ് കശുവണ്ടി മുന്നിലിരിക്കുന്നു. സാർ, നൃപൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഞാൻ കൂടെയുണ്ടായിരുന്നു, അശോകൻ പറഞ്ഞു. അയാളുടെ ശിരസിനുള്ളിൽ നിന്നും ഒരു ബുള്ളറ്റ് കണ്ടെടുത്തു. ഞങ്ങളുടെ ബാലിസ്റ്റിക്സ് എക്സ്പെർട്സ് ആ ഗൺ തിരിച്ചറിഞ്ഞു. മേനോൻ ചോദ്യഭാഗത്തിൽ അയാളെ നോക്കി. അത് ഇറ്റാലിയൻ ബെരേറ്റ 92 പിസ്റ്റളിൽ നിന്ന് വന്ന ബുള്ളറ്റാണ്. അതായത് രോഹനെയും നൃപനെയും വെടിവെച്ചത് ഒരാളാണെന്നല്ലേ? അതെ, അയാൾ തന്നെയാണ്. ഡേവിഡ് ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. മേനോൻ മദ്യം പകർന്ന് ഐസ് ക്യൂബുകളിട്ട് നീക്കിവെച്ചു. അശോകൻ ഗ്ലാസ് എടുത്ത് സിപ്പ് ചെയ്ത് രുചി ആസ്വദിച്ചു. എൻ്റെ ബലമായ സംശയം ഞാൻ പറയട്ടെ സാർ? അശോകൻ മേനോനെ നോക്കി. ആ കൊലയാളി ടാർഗറ്റ് ചെയ്തത് എന്നെയാണെന്നല്ലേ? രാജീവ് മേനോൻ ചോദിച്ചു. അതുതന്നെയാണ്. അശോകൻ ഒന്നുകൂടി സിപ്പ് ചെയ്തു. ഹോട്ടൽ മുറിയിൽ വെച്ച് സാറാണെന്ന് തെറ്റിദ്ധരിച്ച് അവൻ രോഹനെ വെടിവെച്ചു. ഇത്തവണ സാറിന് തന്നെ ലക്ഷ്യം വെച്ചു. സാർ മനീഷയെ തള്ളിമാറ്റാൻ ശ്രമിച്ചപ്പോൾ അയാൾക്ക് ലക്ഷ്യം തെറ്റി. മേനോൻ അയാളെ നോക്കിയിരുന്നു. പുറത്തെ ഓരോ ശബ്ദവും ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ഡേവിഡ്. മൂന്നാമതും അയാൾ ശ്രമിക്കും. അപ്പോൾ അയാൾക്ക് തെറ്റണമെന്നില്ല, അശോകൻ പറഞ്ഞു. അയാളുടെ ലക്ഷ്യം ഞാനാണെങ്കിൽ ഇങ്ങനെ വെയിറ്ററായി വേഷം കെട്ടി വരണമായിരുന്നു അശോക. വേറെ എത്രയോ സന്ദർഭങ്ങളുണ്ട്. അത് ചില ക്രിമിനലുകളുടെ മോഡസ് ഓപ്പറാൻഡിയാണ് സാറേ. അവർ ആ രീതിയെ സ്വീകരിക്കുകയുള്ളൂ, അശോകൻ പറഞ്ഞു. ഉദാഹരണത്തിന്, വീടിൻ്റെ മുകൾ നിലയിൽ കയറി ജനലിലൂടെ അകത്ത് കിടക്കുന്ന ഒരു കള്ളൻ വാതിൽ തുറന്നു കിടന്നാലും അതിലൂടെ കടക്കുകയില്ല. പക്ഷേ അയാൾ ആരാണ്? ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. എന്തിനാണ് എന്നെ കൊല്ലുന്നത്? രാജീവ് മേനോന് ആശങ്കയായി. അവനെ ഞാൻ കണ്ടുപിടിക്കും സാറേ. ഈ കേസ് എനിക്കൊരു ചലഞ്ചാണ്, ഇൻസ്പെക്ടർ പറഞ്ഞു. അടുത്ത വലിക്ക് അയാൾ ഗ്ലാസ് കാലിയാക്കി നട്ട്സ് കുറിച്ചു. സാറെന്താ രോഹനെ കാണാൻ പോകാതിരുന്നത്? ഞാൻ ചോദിച്ചപ്പോൾ കൊലയാളിയെ അറിയില്ലെന്നാണ് അയാൾ പറഞ്ഞത്. രോഹന് നാർക്കോട്ടിക് ഗാങ്ങുമായി ബന്ധമുണ്ട്. അവരന്ന് കലങ്കുട്ടി ബീച്ച് റിസോർട്ടിലായിരുന്നു. സാറ് ചോദിച്ചാൽ അവൻ തുറന്നു പറയാതിരിക്കില്ല. ഞാൻ രോഹനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയതാണ് അശോക. എന്നിട്ട് കണ്ട് സംസാരിക്കാത്തത് എന്താ? ആ മുറിയിൽ ജ്യോതിയുണ്ടായിരുന്നു. ഞാൻ രോഹനുമായി സംസാരിക്കുന്നത് തടയുകയായിരുന്നു അവളുടെ ഉദ്ദേശ്യം. അശോകൻ നിശബ്ദനായിരുന്നു. ഡോക്ടർ ആൻ്റണി ഡൈസിനെ കൊണ്ടും സംസാരിപ്പിച്ചു. ഡോക്ടർ അവൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ? എന്നിട്ടും ജ്യോതി വഴങ്ങിയില്ല. അവൾക്ക് ജീവനുണ്ടെങ്കിൽ രോഹനെ എന്നെ കാണിക്കില്ലെന്നും പറഞ്ഞു. എപ്പോഴും അവർക്ക് അവന് കാവലിരിക്കാൻ പറ്റില്ലല്ലോ സാറേ. എനിക്കറിയണം അശോക, എന്നെ കൊല്ലാൻ വേണ്ടി ഐസക് സ്റ്റീഫൻ എന്താണ് ഓഫർ ചെയ്തതെന്ന്. രാജീവ് മേനോൻ ഗ്ലാസ് കാലിയാക്കിയിട്ട് ഒന്നുകൂടി ഒഴിച്ചു. സ്റ്റീഫൻ ഇപ്പോഴും നിങ്ങളുടെ സെല്ലിലല്ലേ? അതെ. ചിലപ്പോൾ നാളെ കേസ് ചാർജ് ചെയ്യും. സ്റ്റീഫൻ റിമാൻഡിലാകും. പിറ്റേ ദിവസവും രാജീവ് മേനോൻ രോഹനെ കാണാൻ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ജ്യോതിയും അവളുടെ സുഹൃത്തുക്കളും മുറിയിലുണ്ടായിരുന്നു. നമുക്ക് പോകാം ഡേവിഡേ. ഇവിടെ നിന്നാൽ ശരിയാവില്ല. അവർ ഡൽഹിയിലുള്ള എൻ്റെയും സുഹൃത്തുക്കളാണ്. രാജീവ് മേനോൻ രോഷത്തോടെ തിരിച്ചു പോന്നു. രാത്രി 10 മണി കഴിഞ്ഞാണ് ജ്യോതി ഹോട്ടൽ സൂട്ടിലേക്ക് വന്നത്. ഫ്രഷായ ശേഷം റോസാപ്പൂക്കളുള്ള വെള്ള ഗൗൺ ധരിച്ചു. തലേദിവസം കഴിച്ച വൈനിൻ്റെ കുപ്പി മേശപ്പുറത്തിരിക്കുന്നു. പോർച്ചുഗീസ് ടൈലർ ഫ്ലാറ്റ് ഗേറ്റ് പോട്ടോ, 10 വർഷം പഴക്കമുള്ള വൈൻ. ഗ്ലാസ്സിൽ പകുതിയോളം പകർത്തി വൈൻ ഗ്ലാസ്സിലിട്ട് 2 വട്ടം ചുറ്റിച്ചു. പിന്നെ വാസനിച്ചു. സാവധാനം ചുണ്ടിൽ മുട്ടിച്ചു. മധുരവും ചവർപ്പും നാവിൽ നിന്ന് കണ്ടത്തിലൂടെ ഒഴുകിയിറങ്ങി. ഒരു ഗ്ലാസ് കൂടി പകർന്നപ്പോൾ ശിരസിനുള്ളിൽ പെരുപ്പ് അനുഭവപ്പെട്ടു. വല്ലാത്തൊരു സുഖം, ലഹരി. കാർപ്പറ്റിലൂടെ ആരോ നടന്നു വരുന്നത് പോലെ ജ്യോതിക്ക് തോന്നി. ഇരു ചുമലുകളിലും ആരോ പിടിച്ചു. ജ്യോതി വെട്ടിത്തിരിഞ്ഞു. ഗ്ലാസ് തുളുമ്പി റെഡ് വൈൻ അവളുടെ മാറിലൂടെ ഒഴുകി. ഒപ്പം ഗന്ധവും. സ്റ്റീഫൻ. മുന്നിൽ നിൽക്കുന്ന ആളെ ജ്യോതി അമ്പരപ്പോടെ നോക്കി. നിങ്ങളെപ്പോഴോ രക്ഷപ്പെട്ടത്? പോലീസ് പുറകെയുണ്ടോ? ആരുമില്ല, ഞാനും നീയും മാത്രം. ഐസക് സ്റ്റീഫൻ മന്ത്രിച്ചുകൊണ്ട് ഗൗണിൻ്റെ കെട്ട് വലിച്ചു. ജ്യോതി ഗൗൺ നേരെയാക്കുന്നതിന് മുമ്പ് ഐസക് സ്റ്റീഫൻ അവളെ ചേർത്തണച്ച് ചുണ്ടുകളിൽ ചുംബിച്ചു. അയാളെ ശക്തിയായി തള്ളി മാറ്റിയവൾ പിന്നിലെ ബെഡിലേക്ക് വീണു. ഐസക്. ഗ്ലാസ്സിലെ വൈൻ തുളുമ്പി കൈത്തണ്ടയിലൂടെ ഒഴുകി. ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് ജ്യോതി ഗൗൺ നേരെയാക്കി. സ്റ്റീഫൻ, അമിത സ്വാതന്ത്ര്യം കാട്ടരുത് കേട്ടോ, ജ്യോതി താക്കീത് ചെയ്തു. എൻ്റെ ദേഹത്ത് മുഴുവൻ വൈൻ വീണു. ഇനിയും ഞാൻ കുളിക്കണ്ടേ? ചിരിച്ചുകൊണ്ട് സ്റ്റീഫൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ജ്യോതി കസേരയിലിരുന്നു. ഗ്ലാസ്സിൽ അവശേഷിച്ച വൈൻ ഒറ്റ വലിക്ക് കുടിച്ചു.
സ്റ്റീഫൻ വൈൻ ബോട്ടിലെടുത്തു. അതിൽ ഒരു ഗ്ലാസ് കൂടിയേ അവശേഷിക്കുന്നുള്ളൂ. അത് നോക്കണ്ട, സ്റ്റീഫന് ഞാൻ വേറൊരു ബോട്ടിൽ കരുതിയിട്ടുണ്ട്. ആ കബോർഡ് തുറന്നു നോക്ക്. അയാൾ കബോർഡിന് നേരെ തിരിഞ്ഞു. അതിനു മുമ്പ് ഇത് പറയും, എങ്ങനെയാ ആ ഇൻസ്പെക്ടറുടെയും കമ്മീഷണറുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്? സ്റ്റീഫൻ അതിന് മറുപടി പറയാതെ കബോർഡ് തുറന്ന് കുപ്പിയെടുത്തു. ക്രൗൺ റോയൽ കാസ്ക് നമ്പർ 16 കനേഡിയൻ വിസ്കി. അയാൾ അത് ആദ്യമായി കാണുകയാണ്. ഒരു ഗ്ലാസ് എടുത്തു കൊണ്ടുവന്ന് ജ്യോതിക്ക് അഭിമുഖമായിരുന്നു. റോയലായി ഡിസൈൻ ചെയ്ത കുപ്പിയിലെ സ്വർണ്ണവർണ്ണത്തിലുള്ള മദ്യത്തിലേക്ക് അയാൾ കൗതുകത്തോടെ നോക്കി. 35,000 രൂപയാണ് ഇതിൻ്റെ വില. എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാ, ജ്യോതി പറഞ്ഞു. അയാൾ അതിൻ്റെ കറുത്ത അടപ്പ് തുറന്ന് ഒരു പെഗ് ഗ്ലാസ്സിലേക്ക് പകർന്നു. സ്വർണം ഒഴുകുന്നതുപോലെ അത് ഗ്ലാസ്സിൽ വീണു. ഒന്ന് വാസനിച്ച് ഗന്ധം ആസ്വദിച്ച ശേഷം സ്റ്റീഫൻ പതുക്കെ ഒന്ന് സിപ്പ് ചെയ്ത് രുചി അറിഞ്ഞു. ഗുഡ്. ജ്യോതിയുടെ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിച്ചിട്ട് അയാളത് ഒറ്റ വരിക്ക് കുടിച്ചു. ജ്യോതിയും ഗ്ലാസ് പകുതിയാക്കി. നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിയതാണോ? ജ്യോതി ചോദിച്ചു. നിങ്ങളുടെ നാട്ടുകാരനായ കേന്ദ്രമന്ത്രി PC ആൻ്റണിയെ ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അയാൾ നേരും നെറിയും ഇല്ലാത്തവനാണെന്ന് എനിക്കറിയാം. എന്നാലും അയാൾ എന്നെ സഹായിക്കുമെന്നും സ്റ്റീഫനെ ഇറക്കാമെന്നും ഉറപ്പു തന്നിരുന്നു. അതയാൾ പാലിച്ചു. ജ്യോതി, എൻ്റെ പേരിൽ കേസൊന്നുമില്ല. പണം ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് കൊടുത്തു അല്ലേ? തടിയൂരാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു. എന്നെ ജയിലിലാക്കാനുള്ള എല്ലാ തെളിവുകളും പോലീസിൻ്റെ കയ്യിലുണ്ട്. ഞാൻ രോഹനെ വിളിച്ച് സംസാരിച്ചതുവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കൊല നടക്കാത്തതുകൊണ്ടാണ് കമ്മീഷണർ അയഞ്ഞത്. നടക്കുന്ന ഓർമ്മയോടെ സ്റ്റീഫൻ പറഞ്ഞു. 2 ദിവസം ലോക്കപ്പിൽ കിടന്നത് 2 യുഗം പോലെയാണ് ഞാൻ അനുഭവിച്ചത്. കാശ് കൊടുത്തുകൊണ്ടാണ് അവർ തല്ലാതിരുന്നത്. അപ്പോൾ അന്തോണി ചായം വാക്കു പാലിച്ചു. പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന ഫോൺ റിങ് ചെയ്തു. ജ്യോതി ഫോണിലേക്ക് നോക്കി. അതാ അച്ചായൻ വിളിക്കുന്നു. അയാളുടെ കാര്യം പറഞ്ഞതേയുള്ളൂ. കാലൻ്റെ ആയുസ. ജ്യോതി കൈനീട്ടി ഫോൺ എടുത്തു. അച്ചായ, താങ്ക് യു. ഞാൻ അച്ചായനെ വിളിച്ചോളാം. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. എന്താ പറഞ്ഞത്? ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ മണ്ടോവി പാലത്തിലാണ്. ഹോട്ടലിൽ ചെന്നിട്ട് വിളിക്കാം അച്ചായ. ജ്യോതി ഐസക് സ്റ്റീഫനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. കഴിവേരിയുടെ മോളെ. ആൻ്റണിയുടെ തെറി കേട്ട് ജ്യോതി ഞെട്ടി. ഒരു മണ്ടോവി ബ്രിഡ്ജ്. മുഖമടിച്ച് അടി കിട്ടിയതുപോലെയായി ജ്യോതി. അവളുടെ മുഖഭാവം കണ്ട് സ്റ്റീഫനും പകച്ചു. നിന്റെ ഹോട്ടൽ മുറിയിലൂടെയാണോ നീ കാർ ഓടിക്കുന്നത്? ജ്യോതിയുടെ കാലുകളിൽ നിന്നൊരു മരവിപ്പ് വന്ന് ദേഹമാസകലം പകർന്നു. അന്തോണി ചായനോട് കളിക്കല്ലേ. ഇത്തരം കള്ളമൊക്കെ പറഞ്ഞ് നിനക്ക് രാജീവ് മേനോനെ പറ്റിക്കാൻ പറ്റും. സ്റ്റീഫനും നിന്റെ കൂടെ മുറിയിലില്ലേടി? സോറി അച്ചായ. ജ്യോതിയുടെ ശബ്ദം കരച്ചിൽ പോലെയായി. നിന്നേക്കാൾ വലിയ പിശാചുകളെയും കൊടിയ വിഷമുള്ള രാജവ്യാപാരികളെയും ഞാൻ ഈ ഡൽഹിയിൽ ദിവസവും കാണുന്നതാ. അറിയാമോടി? ഒരു ഉപകാരം ചെയ്താൽ തിരിച്ചൊരു നന്ദിവാക്ക് പറയണ്ടേ? ജ്യോതിക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. രാജീവ് മേനോൻ്റെ കയ്യിൽ നിന്ന് നീ തട്ടിയെടുത്ത കിങ് എയർലൈൻസിൻ്റെ ഒറ്റ വിമാനവും ഞാൻ വിചാരിക്കാതെ ആകാശത്ത് പറക്കൂല. അറിയാമോ നിനക്കെന്നെ? സോറി അച്ചായ, പ്ലീസ്. ഞാൻ അങ്ങോട്ട് വന്ന് കാണാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. സോറി. ജ്യോതിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അറിഞ്ഞു പെരുമാറിയാൽ നിനക്ക് നല്ലത്. ആ താക്കീതോടെ കോൾ കട്ടായി. ഫോൺ തിരിച്ചു വയ്ക്കുമ്പോൾ ജ്യോതിയുടെ കൈ വിറച്ചിരുന്നു. കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയാണ് PC ആൻ്റണി. അയാൾ വിചാരിച്ചാൽ തന്നെ പല വഴിക്കും പൂട്ടാൻ പറ്റും. സ്പീക്കർ മോഡിലല്ലെങ്കിലും സംസാരം കുറേയൊക്കെ സ്റ്റീഫൻ മനസ്സിലാക്കി. നമ്മളിവിടെ ഉണ്ടെന്ന് അയാൾ എങ്ങനെയാണ് അറിഞ്ഞത്? അയാളുടെ ആളുകൾ പുറത്തുണ്ടാകും. ഗ്ലാസ്സിൽ അവശേഷിച്ചിരുന്ന വൈൻ ജ്യോതി കുടിച്ചു. സ്റ്റീഫൻ്റെ ലഹരിയെല്ലാം പോയിരുന്നു. രോഹൻ്റെയും രാജീവ് മേനോൻ്റെയും കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനും ചില തീരുമാനങ്ങൾ എടുക്കാനും ഉണ്ടായിരുന്നു. ഇപ്പോഴാ മൂടെല്ലാം പോയി. ജ്യോതി കസേരയിലേക്ക് ചാഞ്ഞു. ആ സമയം തൻ്റെ സ്യൂട്ട് റൂമിലായിരുന്നു രാജീവ് മേനോൻ. മാനേജർ ഡേവിഡുമായി ചില പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു അയാൾ. ഐസക് സ്റ്റീഫൻ പണവും സ്വാധീനവും ഉപയോഗിച്ച് പുറത്തിറങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നു. ആരും മരിച്ചില്ലല്ലോ. ഒരു പ്രേരണ കുറ്റം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ പുറത്തുനിന്ന് അയാളെ സഹായിക്കാൻ എൻ്റെ ഭാര്യയുമുണ്ട്. സ്റ്റീഫനെ നമുക്കറിയാമല്ലോ സാറേ. പക്ഷേ രോഹൻ സാറിനെ കൊല്ലാൻ വരരുതായിരുന്നു. എനിക്ക് അവൻ്റെ മുഖത്ത് നോക്കി ചിലത് ചോദിക്കാനുണ്ട് ഡേവിഡെ. പക്ഷേ ജ്യോതി എപ്പോഴും അവൻ്റെ കൂടെയുണ്ടല്ലോ. സാറൊന്ന് പറഞ്ഞാൽ മതി. രോഹനെ ഞാൻ പൊക്കിയെടുത്ത് സാറിൻ്റെ മുന്നിൽ കൊണ്ടുവരാം. മേനോൻ മറുപടിയൊന്നും പറയാതെ ഡേവിഡിനെ തുറച്ചു നോക്കി. കമ്മീഷണർ പ്രണാബ് ഗവാക്കറുടെ വീട്ടിലായിരുന്നു അപ്പോൾ ഇൻസ്പെക്ടർ അശോകൻ. അദ്ദേഹം അടിയന്തരമായി വിളിച്ചിട്ടാണ് അശോകൻ അവിടെ എത്തിയത്. പനാജിയിലെ കുന്നിന് മുകളിലുള്ള ഒരു പോർച്ചുഗീസ് ബംഗ്ലാവാണ് കമ്മീഷണറുടെ വാസസ്ഥലം. അവിടെ നിന്നാൽ കടമ്പ ബസ് സ്റ്റാൻഡ് കാണാം. പ്രണാബ് ഗവാക്കർ ഒരു സൂട്ട് കേസ് അശോകൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. ഇത് അശോകനാണ്. അശോകൻ അമ്പരപ്പോടെ അദ്ദേഹത്തെ നോക്കി. ഇതെന്താ സാർ? തുറന്നു നോക്ക്. അശോകൻ സൂട്ട് കേസ് മേശപ്പുറത്ത് വെച്ച് തുറന്നു. നിറയെ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നു. അശോകൻ ചോദ്യഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി. 50 ലക്ഷം ഐസക് സ്റ്റീഫൻ തന്നതാണ്. ഇത് മുഴുവൻ ഞാൻ അശോകന് തരുന്നു. ഐസക് സ്റ്റീഫനെ പോലെ ഒരു ക്രിമിനലിനെ രക്ഷിക്കണമായിരുന്നോ സാറേ? പണത്തിനും ഭീഷണിക്കും വഴങ്ങി ഞാൻ അവനെ വിട്ടതാണെന്ന് അശോകൻ കരുതിയോ? മറ്റൊന്നും കൂടി അതിനിടയ്ക്ക് സംഭവിച്ചു. അതെന്താണെന്ന ചോദ്യത്തോടെ അശോകൻ കമ്മീഷണർ നോക്കി. അദ്ദേഹത്തിൻ്റെ ഭാര്യ 2 കപ്പ് കാപ്പിയുമായി വന്നു. കമ്മീഷണർ കുട്ടിയാനയെ പോലെയാണെങ്കിൽ ഭാര്യ മെലിഞ്ഞ സുന്ദരിയാണ്.
അശോകൻ്റെ കുടുംബമൊക്കെ സുഖമായിരിക്കുന്നോ? കാപ്പി കൊടുത്തിട്ട് അവർ സൗമ്യമായ പുഞ്ചിരിയോടെ തിരക്കി. സുഖമായിരിക്കുന്നു മാം. അവർ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അശോകൻ കമ്മീഷണറെ നോക്കി. എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത രഹസ്യമാണ്. അദ്ദേഹം ശബ്ദം താഴ്ത്തി പറഞ്ഞു. എൻ്റെ മകൻ പ്രദീപ് ഗവാക്കറുടെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. അവൻ ഏതോ ഗ്യാങ്ങിൻ്റെ കസ്റ്റഡിയിലാണെന്നും സ്റ്റീഫനെ വിടുകയില്ലെങ്കിൽ കൊല്ലാൻ തയ്യാറെടുക്കുകയാണെന്നും പറഞ്ഞു. അശോകൻ ഞെട്ടി. ഏത് ഫോണിൽ നിന്നാണ് സാറേ വിളിച്ചത്? മോൻ്റെ ഫോണിൽ നിന്നാ. അത് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ പോലീസിനെ അയക്കുകയോ ചെയ്താൽ മകൻ കൊല്ലപ്പെടുമെന്ന് മറ്റൊരു ഭീഷണിയും കേട്ടു. കമ്മീഷണർ കാപ്പി കുടിക്കാതെ കപ്പ് കയ്യിൽ പിടിച്ചു നിന്നു. ഞാൻ നിസ്സഹായനായിപ്പോയി അശോകം. ഞാൻ അന്വേഷിച്ചപ്പോൾ 6 മണിക്കൂറായി എൻ്റെ മോൻ മിസ്സിംഗ് ആണ്. പിന്നെ ഞാൻ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ ഒരു അടിയൊഴുക്ക് നടന്നെന്ന് അപ്പോഴാണ് അശോകന് മനസ്സിലായത്. വീണ്ടും ഒരു കോൾ കൂടി മേനോൻ്റെ ഫോണിൽ നിന്ന് വന്നു. കൊടുത്തയക്കുന്ന പണം സ്വീകരിച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ സ്റ്റീഫനെ വിട്ടില്ലെങ്കിൽ മകൻ്റെ ശവം മണ്ടോവി നദിയിൽ ഒഴുകി വരുമെന്ന ഭീഷണിയായിരുന്നു അത്. കമ്മീഷണർ ഒന്ന് നിശ്വസിച്ചു. റിട്ടയർമെൻ്റ് എടുത്ത മനുഷ്യനെ ഞാൻ. ഹാർട്ട് കംപ്ലൈൻ്റ് ഉണ്ട്. എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. ഇൻസ്പെക്ടർ അശോകന് അദ്ദേഹത്തിൻ്റെ നിസ്സഹായത മനസ്സിലായി. കാപ്പി കുടിക്കേ. അശോകൻ കാപ്പി ഒരിറക്ക് കുടിച്ചു. എന്നിട്ട് സാറിൻ്റെ മകൻ? പ്രദീപ് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു വന്നു. 2-3 പേർ അവനെ തടഞ്ഞ് തലയിൽ കറുത്ത സഞ്ചിയിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ആരാണ് കൊണ്ടുപോയതെന്നോ ആ സ്ഥലം എവിടെയാണെന്നോ അവനറിയില്ല. ഒരു ഇരുട്ടുമുറിയിലാണ് എത്തിച്ചത്. അവൻ ഐസക് സ്റ്റീഫൻ്റെ ആളുകളാണോ സാർ? അതാരൊക്കെയാണെന്ന് അശോകൻ കണ്ടുപിടിക്കണം. മറ്റാരെയും ഈ കേസ് ഏൽപ്പിക്കാൻ എനിക്ക് വിശ്വാസമില്ല സാർ. കമ്മീഷണർ കാപ്പി കുടിച്ചു. അടുത്ത ദിവസം രാജീവ് മേനോനും ഡേവിഡും കൂടിയാണ് രോഹനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോയത്. രോഹൻ്റെ മുറിയിലെത്തിയപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രോഹൻ അവിടെയില്ല. റോഹൻ ഡിസ്ചാർജ് ചെയ്തു പോയി സാർ, ഡ്യൂട്ടി നേഴ്സ് പറഞ്ഞു. ജ്യോതി മേഡം വന്നാണ് കൊണ്ടുപോയത്. അവർ മകനെ മുക്കിയെന്ന് മേനോന് മനസ്സിലായി. രോഹൻ എവിടെ ഒളിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാം സാറേ. അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ, ഡേവിഡ് വാശിയോടെ പറഞ്ഞു. രാജീവ് മേനോൻ ഡോക്ടർ ആൻ്റണി ഡയസിനെ കണ്ടു സംസാരിച്ചു. രോഹൻ്റെ പുതിയ ഫോൺ നമ്പർ ഡോക്ടർ മേനോന് കൊടുത്തു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ ആരും അറ്റൻഡ് ചെയ്തില്ല. നിരാശനായി കോട്ടേജിലെത്തിയപ്പോൾ മേനോൻ ഡേവിഡിനോട് പറഞ്ഞു, ഡേവിഡേ, എനിക്കൊരു ഗൺ വേണം. ഡേവിഡ് നടുങ്ങിപ്പോയി. എന്തിനാ സാറേ? എനിക്കും ഒരു കരുതൽ വേണ്ടേ? മേനോൻ അസ്വസ്ഥനാണെന്ന് ഡേവിഡിന് തോന്നി. പിറ്റേന്ന് 10 മണിക്ക് രാജീവ് മേനോൻ ഡേവിഡിനെയും കൂട്ടി റിസോർട്ടിലെ പ്രൈവറ്റ് ജെട്ടിയിലേക്ക് ചെന്നു. നീല ജലാശയത്തിൽ ഒരു സൂപ്പർ ലക്ഷറി ബോട്ട് രാജകുമാരിയെ പോലെ വന്ന് ജെട്ടിയിലെടുത്തു. ഡേവിഡ് കൗതുകത്തോടെ അതിനെ നോക്കി. വെള്ള യൂണിഫോമും ഹാറ്റും ധരിച്ച ക്യാപ്റ്റൻ അതിൻ്റെ ഡെക്കിലേക്ക് വന്നു. യു ആർ വെൽക്കം മേനോൻ സാർ. ഡേവിഡ് അമ്പരപ്പോടെ മേനോനെ നോക്കി. വാ. രാജീവ് മേനോൻ ചെറിയ സ്റ്റെപ്പുകൾ ചവിട്ടി ഡെക്കിലെത്തി. ക്യാപ്റ്റൻ ഇരുവരെയും ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു. വീഴ്ച നിൽക്കുന്ന ഡേവിഡിനോട് രാജീവ് മേനോൻ പറഞ്ഞു, 2 ദിവസം നമ്മൾ യാതൊരു ടെൻഷനുമില്ലാതെ അറബിക്കടലിലൂടെ ഒഴുകി നടക്കാൻ പോവുകയാണ്. തിരിച്ചു വന്നിട്ട് മുംബൈക്ക് പോകും. അവർ അകത്തേക്ക് ചെന്നു. അതിമനോഹരമായ ഫൈബർ ബോട്ട്. അടിയിൽ ഗ്ലാസ്സാണ്. നദിയിലെ മത്സ്യങ്ങളെയും ജീവികളെയും കാണാം. ക്യാപ്റ്റനെ കൂടാതെ മറ്റാരും ബോട്ടിലില്ല. ബോട്ട് ചെറിയ മുകളിലൂടെ നീങ്ങി. മേശപ്പുറത്ത് ഇറ്റാലിയൻ വൈനും സ്ട്രോബെറിയും ഇരിക്കുന്നു. ഷെൽഫ് നിറയെ വിലയേറിയ മദ്യങ്ങളും ഫ്രൂട്ട്സുകളും അടുക്കി വെച്ചിരിക്കുന്നു. ബോട്ട് മെല്ലെ നീങ്ങി. മറ്റൊരു നാടൻ ബോട്ട് അടുത്തു വരുന്നത് അവർ കണ്ടു. ആ ബോട്ട് ഒപ്പമെത്തി. അതിൽ നിന്ന് ഒരാൾ കൈ ഉയർത്തി കാണിച്ചു. പിന്നെ യാച്ചിൻ്റെ ഡെക്കിലേക്ക് ചാടി. അയാൾ സ്പൈഡർമാനെ പോലെ പറ്റിപ്പിടിച്ചിരുന്ന് അവരെ നോക്കി. രോഹൻ. ഡെക്കിൽ കൈകൾ കുത്തി നിന്ന് തങ്ങളെ നോക്കുന്ന രോഹനെ രാജീവ് മേനോനും ഡേവിഡും അമ്പരപ്പോടെ കണ്ടു. രാജീവ് തിടുക്കത്തിൽ എഴുന്നേറ്റു. ഡേവിഡ് പോലെ അറിയാതെ താൻ പ്ലാൻ ചെയ്ത ടീമിനെ പറ്റി അവനെങ്ങനെ അറിഞ്ഞെന്ന് മേനോൻ അത്ഭുതപ്പെട്ടു. ഡേവിഡ് ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന രോഹൻ്റെ ആരോഗ്യസ്ഥിതി പഴയതുപോലെ ആയിട്ടില്ലെന്ന് തീർച്ച. ഒറ്റയടിക്ക് അവനെ വീഴിക്കാമെന്ന് ഡേവിഡ് കണക്കുകൂട്ടി. രോഹൻ്റെ മുഖത്തൊരു ചിരിയുണ്ടെങ്കിലും ആ വരവ് നല്ലതിനല്ലെന്ന് മേനോൻ്റെ മനസ്സ് പറഞ്ഞു. രോഹൻ കാബിൻ്റെ തുറന്നു കിടന്ന വാതിലിലൂടെ അകത്തേക്ക് വന്നു. അവൻ്റെ കാലടി ശബ്ദത്തിന് കൂടുതൽ മുഴക്കമുണ്ടെന്ന് ഡേവിഡിന് തോന്നി. വൈനും വിഭവങ്ങളും വച്ചിരിക്കുന്ന മേശയുടെ അപ്പുറത്തു നിന്ന് അയാൾ അവരെ മാറി മാറി നോക്കി. ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച തോക്കിൽ രോഹൻ തഴുകി. എന്നെ കൊല്ലാൻ ഒരിക്കൽ കൂടി ഐസക് സ്റ്റീഫൻ നിന്നെ അയച്ചിരിക്കുകയാണോടാ? രാജീവ് മേനോൻ്റെ ശബ്ദവും നോട്ടവും രൂക്ഷമായി. രോഹൻ്റെ കൈ പോക്കറ്റിലേക്ക് നീങ്ങുന്നത് കണ്ട് നൊടിയിടയിൽ മേനോൻ തൻ്റെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് പിസ്റ്റൾ വലിച്ചെടുത്ത് അവൻ്റെ നേരെ ചൂണ്ടി. ഇനി നീ ആ കൈ പോക്കറ്റിലിട്ടാൽ കൊന്നുകളയും ഞാൻ നിന്നെ. മേനോൻ്റെ ഭാവം കണ്ട് ഡേവിഡും ഭയന്നുപോയി. കോർണർ ക്യാറ്റ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ എനിത്തിങ് എന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് കൈത്തോക്ക് വാങ്ങിപ്പിച്ചതിൻ്റെ ആവശ്യം ഡേവിഡിന് ബോധ്യമായി. ഇസ്രായേൽ നിർമ്മിതമായ ബേബി ഡെസേർട്ട് ഈഗിൾ പിസ്റ്റലാണത്. 10ാം വയസ്സിൽ എനിക്ക് കിട്ടിയതാ നിന്നെ. പിന്നെയുള്ള 20 വർഷങ്ങൾ എൻ്റെ മുന്നിലാണ് നീ വളർന്നത്. എൻ്റെ ഉപ്പും ചോറുമാ നിൻ്റെ ഈ തടി. എന്നിട്ട് നീ എന്നെ കൊല്ലാൻ വരുന്നോടാ? തൻ്റെ നേരെ ചൂണ്ടിയിരിക്കുന്ന തോക്കിലേക്കും അതിനു പിന്നിലെ രാജീവ് മേനോൻ്റെ ചുവന്ന മുഖത്തേക്കും രോഹൻ നോക്കി. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ നോക്കി നിൽക്കുകയാണ് ഡേവിഡ്.
രോഹൻ്റെ ചുണ്ടുകളുടെ കോണിലൊരു ചിരിയുണ്ടായി. അയാൾ ഒന്നും സംഭവിക്കാത്തതുപോലെ കസേരയിലിരുന്നു. മേശമേലിരുന്ന ഇറ്റാലിയൻ റെഡ് വൈൻ എടുത്തു നോക്കി. മോണ്ടെ പൾസിയാണോ? ബോട്ടിലിൻ്റെ കറുത്ത അടപ്പ് തുറന്ന് അയാൾ വൈൻ ഒരു ഗ്ലാസ്സിൽ പകുതിയോളം പകർത്തി. തൻ്റെ ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണ് അവൻ്റേതെന്ന് മേനോന് മനസ്സിലായി. ഗ്ലാസ്സിൽ ചോര പോലെ കിടക്കുന്ന വൈനിലേക്ക് നോക്കിക്കൊണ്ട് രോഹൻ 1 മണിക്കൂർ മുമ്പ് സംഭവിച്ചത് ഓർത്തു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മുറിയിൽ വിശ്രമിക്കുമ്പോഴാണ് ഐസക് സ്റ്റീഫനും ജ്യോതിയും അങ്ങോട്ട് വന്നത്. ഇന്ന് 10 മണിക്ക് രാജീവ് മേനോൻ ഒരു ലക്ഷറി ബോട്ടിൽ കടലിൽ പോകുന്നു. കടലിലെ ഫിഷിംഗ് മേനോന് ഹരമ, ജ്യോതി മേനോൻ പറഞ്ഞു. മേനോൻ്റെ കൂടെ ഡേവിഡ് മാത്രമേ ഉള്ളൂ, പിന്നെ ക്യാപ്റ്റൻ ഫെർണാണ്ടസും. ബോട്ടിൻ്റെ ഏജൻസിയിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരമാണിത്, ഐസക് സ്റ്റീഫൻ പറഞ്ഞു. അതിന് ഞാനെന്ത് ചെയ്യണം? രോഹൻ ചോദിച്ചു. അവരെ കൊല്ലണം. ഒരു ചാവേറിനോടെന്ന പോലെ സ്റ്റീഫൻ രോഹനോട് ആജ്ഞാപിച്ചു. അവരെ അറബിക്കടലിൽ കൊണ്ടുപോയി വെടിവെച്ച് തകർത്ത് കളയണം. അന്നത്തേതുപോലെ നിന്നെ തടസ്സപ്പെടുത്താൻ കടലിൽ നിന്നൊരു കൊലയാളി പൊങ്ങി വരില്ല, അല്ലേ ജ്യോതി? സ്റ്റീഫൻ ജ്യോതിയെ നോക്കി. 3 ശവങ്ങളുമായി ആ ആഡംബര നൗക കടലിൽ അലഞ്ഞു തിരിയും. എന്ത് സംഭവിച്ചെന്ന് ആരും അറിയില്ല. അതോടെ മേനോൻ്റെ ബാക്കിയുള്ള സ്വത്തുക്കളും കിങ് ബാങ്കും നിന്റെ കയ്യിൽ വരും, ജ്യോതി പറഞ്ഞു. രോഹൻ അന്താളിപ്പോടെ മമ്മിയെ നോക്കി. ഐസക് സ്റ്റീഫൻ പോക്കറ്റിൽ നിന്നെടുത്ത് തൻ്റെ കയ്യിൽ തന്ന വസ്തു അവൻ കണ്ടു. സൗത്ത് കൊറിയൻ പിസ്റ്റൾ. രാജീവ് മേനോൻ കൊല്ലപ്പെട്ടാലും രോഹൻ കൊല്ലപ്പെട്ടാലും തനിക്ക് ലാഭമാണെന്ന് സ്റ്റീഫൻ കണക്കുകൂട്ടി. ഇതിനേക്കാൾ സേഫായ ഒരവസരം ഇനി കിട്ടില്ല. രോഹന് പോകാനും വരാനുള്ള ബോട്ട് സ്റ്റീഫൻ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മണി 9. ഇനി 60 മിനിറ്റ് കൂടിയേയുള്ളൂ അവർ പുറപ്പെടാൻ. ജ്യോതി മകൻ്റെ ചുമലിൽ കൈവച്ചു. ഒരു ചാവറിൻ്റെ തിളക്കം അവൻ്റെ കണ്ണുകളിലുണ്ടായി. ലക്ഷറി യാച്ച് അഴിമുഖത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. ശക്തിയായ കടൽക്കാറ്റ് ബോട്ടിൽ വന്നിരിക്കുന്നുണ്ട്. രോഹൻ വൈൻ ഗ്ലാസ് കാലിയാക്കിയിരുന്നു. നീ എന്തിനാ എന്നെ കൊല്ലാൻ നടക്കുന്നത്? മേനോൻ തോക്ക് ചൂണ്ടിക്കൊണ്ട് രോഹനെ അഭിമുഖമായി ഇരിക്കുകയാണ്. ഒരുത്തൻ കൊല്ലുമെന്ന് പറഞ്ഞ് പുറകെ വന്നാൽ ഭയക്കുന്നവനല്ല ഞാൻ. തീയിലൂടെ വളർന്നവനാ. കനലിൽ ചവിട്ടിയാണ് നിൽക്കുന്നത്. നീയൊരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചാലൊന്നും എന്നെ കത്തിക്കാൻ പറ്റില്ല. രോഹൻ മറുപടി പറയാതെ വൈൻ ബോട്ടിലെടുത്ത് ഗ്ലാസ്സിൽ പകർന്നു. ബോട്ടിൽ തിരിച്ചു വച്ചപ്പോൾ അയാൾ അപ്രതീക്ഷിതമായി പ്രവർത്തിച്ചു. രാജീവ് മേനോൻ്റെ കയ്യിലിരുന്ന പിസ്റ്റൾ രോഹൻ്റെ കയ്യിലായി. കഴുകൻ പക്ഷിക്കുഞ്ഞിനെ റാഞ്ചുന്നത് പോലെയായിരുന്നു അത്. ഡേവിഡിനെ ചലിക്കാൻ കഴിയുന്നതിന് മുമ്പ് രോഹൻ പോക്കറ്റിൽ നിന്ന് തൻ്റെ പിസ്റ്റൾ എടുത്തിരുന്നു. കൈകൾ ഗുണനചിഹ്നം പോലെ വെച്ച് 2 പിസ്റ്റളുകളും തങ്ങളുടെ നേരെ ചൂണ്ടിയിരിക്കുന്നതാണ് അവർ കണ്ടത്. ആ വിരലുകളിലോ ഒന്ന് അമർന്നാൽ തങ്ങൾ വെടിയേറ്റ് മുന്നോട്ട് കമിഴ്ന്നു വീഴും. രോഹൻ ശബ്ദമില്ലാതെ ചിരിച്ചു. നിങ്ങളെ കൊല്ലാൻ തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വേണം. ഞാനാണ് അതിൻ്റെ നോമിനി, രോഹൻ ആദ്യമായി ശബ്ദിച്ചു. മേനോൻ ഞെട്ടിപ്പോയി. ഹോട്ടലിൽ വെച്ച് ഞാൻ കൊല്ലാനായി തോക്കെടുത്തതാ. അപ്പോഴാ ആ കൊലയാളി വന്നത്. ആരാണവൻ? കിട്ടിയ അവസരത്തിൽ മേനോൻ ചോദിച്ചു. എനിക്കറിയില്ല. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവസാനമായി ഒരു ഗ്ലാസ് വൈൻ കഴിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രോഹൻ മേനോനെ നോക്കി. അസൽ വൈനാണ്. ഒരു ഗ്ലാസ് കുടിച്ചപ്പോഴേ എൻ്റെ തല പെരുക്കാൻ തുടങ്ങി. വെള്ളം കൊടുത്തിട്ട് കൊല്ലണമെന്നാണല്ലോ. 2 പേര് ഓരോ ഗ്ലാസ് കുടിച്ചോളൂ. രോഹൻ, നിന്നെ വളർത്തിയ മനുഷ്യനാണിത്. അദ്ദേഹത്തോട് നീ കാണിക്കുന്നത് മഹാ അപരാധമാണ്, ഡേവിഡ് പറഞ്ഞു. ഷട്ടപ്പ്, രോഹൻ മുരണ്ടു. 10 വരെ ഞാൻ എണ്ണും. അതിനുള്ളിൽ വൈനൊഴിച്ചാൽ കുടിക്കാനുള്ള സമയം തരും, അല്ലെങ്കിൽ മരണമാ. 10, 9. സമയം തീരെ ഇല്ലാത്തതുപോലെ രോഹൻ എണ്ണാൻ തുടങ്ങി. രാജീവ് മേനോൻ്റെ സെക്യൂരിറ്റിയാണ് താനെന്ന് ഡേവിഡ് നിസ്സഹായതയോടെ ഓർത്തു. 8, 7. ഡേവിഡ് രാജീവ് മേനോനെ നോക്കി. അദ്ദേഹം അക്ഷോഭനായി നിൽക്കുകയാണ്. 6, 5. വെടിയുണ്ടകൾ പോലെ രോഹൻ്റെ കൗണ്ട് ഡൗൺ അവരുടെ കാതുകളിലെത്തി. അപ്പോൾ ഹോട്ടൽ മുറിയിൽ അസ്വസ്ഥനായി നടക്കുകയായിരുന്നു ഐസക് സ്റ്റീഫൻ. കസേരയിൽ ചാഞ്ഞു കിടക്കുകയാണ് ജ്യോതി. മേശപ്പുറത്ത് പകർന്നു വച്ചിരിക്കുന്ന കനേഡിയൻ വിസ്കി ജ്യോതി ഇടയ്ക്കിടെ സിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അവനെപ്പറ്റി ഒരു വിവരവുമില്ലല്ലോ. ഫോണും എടുക്കുന്നില്ല. സ്റ്റീഫൻ ശബ്ദമുയർത്തി. അത്യാവശ്യത്തിന് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരുന്നാൽ ഭ്രാന്ത് പിടിക്കും. അവരെ തട്ടിയെന്ന് രോഹിൽ ഫോണിലൂടെ പറയുന്നത് കേട്ടാൽ മതി. എനിക്ക് പതുക്കെ വന്നാൽ മതി. അത് രോഹൻ ചെയ്യും സ്റ്റീഫ. അവൻ്റെ ആവശ്യമല്ലേ, അതുകൊണ്ടല്ലേ പോയത്. ജ്യോതി ഒന്ന് നിവർന്നിരുന്നു. പക്ഷേ അവൻ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു. എൻ്റെ ബോട്ടിലുള്ളവരും ഫോൺ എടുക്കുന്നില്ല. വെറുതെ ടെൻഷൻ അടിക്കേണ്ട. അവർ തിരിച്ചു വരികയായിരിക്കും. വിജയം ആഘോഷിക്കാനായി മദ്യപിച്ച് ലക്കുകെട്ട് കാണും. ജ്യോതിയുടെ വാക്കുകൾ സ്റ്റീഫന് ഉണർവ് നൽകി. ജ്യോതി അയാൾക്കൊരു പെഗ് ഒഴിച്ചു കൊടുത്തു. സ്റ്റീഫൻ അത് കുടിച്ചിട്ട് ജ്യോതിയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്തൊരു സൗന്ദര്യമാണ് ആ കണ്ണുകൾക്ക്. താൻ ഇവിടെ വിവാഹം കഴിക്കും. പിന്നെ രോഹനെ കൊല്ലുകയോ കേസിൽ കൊടുക്കുകയോ ചെയ്യും. പിന്നീട് ഇവളും സർവ്വസമ്പത്തുകളും തൻ്റെ നിയന്ത്രണത്തിലാകും. കിങ് എയർലൈൻസ്, കിങ് ബാങ്ക്, വേറെ എന്തൊക്കെ ബിസിനസ്സുകൾ. അതിനുശേഷം ഈ കിളവിയെ ആർക്കു വേണം? ഐസക് സ്റ്റീഫൻ കണക്കുകൂട്ടി. തൻ്റെ പണത്തിന് മുകളിൽ പിന്നെ ആരാണ് പറക്കുന്നത്? വാതിലിൽ മുട്ടുകേട്ടു. ആ, രോഹൻ എത്തി. ജ്യോതി ആവേശത്തോടെ എഴുന്നേറ്റു. സ്റ്റീഫൻ വാതിലിന് നേരെ ചെന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് എറിയപ്പെട്ടു. കാർപ്പറ്റിൽ വീണ് തൻ്റെ കാൽച്ചൂട്ടിലേക്ക് നിരങ്ങി വന്ന ആളെ സ്റ്റീഫൻ നടുക്കത്തോടെ കണ്ടു. രോഹൻ.
നിലവിളിക്കാൻ പോലും ശക്തിയില്ലാതെ അവൻ ഇഴഞ്ഞു. ആ കാഴ്ച ജ്യോതിയുടെ നെഞ്ചു തകർത്തു. അകത്തേക്ക് കയറി വാതിലടച്ചിട്ട് മഹാമേര് പോലെ അടുത്തു വന്നയാളെ ജ്യോതിയും സ്റ്റീഫനും കണ്ടു. ഡേവിഡ്. എടാ, നീ എൻ്റെ മോനെ എന്താ ചെയ്തത്? ജ്യോതി അലറി. ഇരു പോക്കറ്റുകളിൽ നിന്നും പിസ്റ്റളുകളെടുത്ത് കൈകൾ ക്രോസ് ചെയ്ത് ഡേവിഡ് ഇരുവരെയും നേരെ ചൂണ്ടി. അവർ സ്തംഭിച്ച് നിന്നുപോയി, ശ്വാസം മുട്ടിയതുപോലെ. ഞങ്ങളെ കൊല്ലാൻ നിങ്ങൾ കൊടുത്തുവിട്ട തോക്കുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ കൊല്ലും, ഡേവിഡ് പറഞ്ഞു. രാജീവ്മാന് കൊടുത്ത ജീവന ഇപ്പോഴിവനുള്ളത്. അല്ലായിരുന്നെങ്കിൽ അറബിക്കടലിലെ സ്രാവുകൾ ഇവനെ ഇപ്പോൾ വെട്ടി വിഴുങ്ങി കഴിഞ്ഞേനെ. സ്റ്റീഫൻ്റെ തൊണ്ട വരണ്ടുപോയി. സാറ് ശക്തമായി താക്കീത് തന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. നിങ്ങളെപ്പോലെ 2 പന്നികളെ കൊന്നിട്ട് ജയിലിൽ കിടക്കാൻ എനിക്ക് മടിയില്ല. ഡേവിഡ് ലാസ്റ്റ് വാണിംഗ് കൊടുക്കുന്നതുപോലെ ഇരുവരെയും നോക്കി. ഇനിയും രാജീവ് സാറിനെ ചൊറിയാൻ വന്നാൽ സാർ നോ പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ തീർത്തിരിക്കും. ഡേവിഡ് സ്റ്റീഫനെ നോക്കി. കേട്ടോടാ നായേ. അയാളുടെ ശിരസ് അറിയാതെ ഇളക്കി. രോഹൻ എങ്ങനെ അപകടത്തിൽപ്പെട്ടെന്ന് അയാൾ ആലോചിക്കുകയാണെന്ന് ഡേവിഡിന് മനസ്സിലായി. അരമണിക്കൂർ മുമ്പ് രോഹൻ രാജീവ് മേനോനെയും ഡേവിഡിനെയും നോക്കി കൗണ്ട് ഡൗൺ തുടർന്നു. 4, 3. അയാളുടെ മിഴികൾ പെണ്ടുലം പോലെ ഇരുവരെയും നോക്കിക്കൊണ്ടിരുന്നു. രോഹൻ, രാജീവ് മേനോൻ വിളിച്ചു. ഞങ്ങളെ കൊന്നിട്ട് എൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ ഓരോ ചലനവും ബോംബെയിലെ എൻ്റെ ഓഫീസിലുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രോഹൻ ഒന്ന് പതറിയതുപോലെ തോന്നി. ഞാൻ നിന്നെപ്പോലെ വിഡ്ഢി കഴുതയാണോടാ? ഈ കാബിനിൽ എത്ര ക്യാമറകളുണ്ടെന്ന് നിനക്കറിയാമോ? മേനോൻ ചോദിച്ചു. കരയിലെത്തുമ്പോഴേക്കും പോലീസ് നിന്നെ പിടിച്ചിരിക്കും. അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് ഓടിച്ചിട്ട് നിന്നെ തല്ലിക്കൊല്ലും. അവൻ്റെ മിഴികൾ പിടയുന്നത് ഡേവിഡ് കണ്ടു. രോഹൻ കാബിൻ്റെ മുകളിലെ മൂലയിലേക്ക് നോക്കി. അവിടെ ക്യാമറയില്ല. മറുഭാഗത്തേക്ക് കണ്ണുവെട്ടിച്ചു. അതിൻ്റെ പകുതി സമയം മതിയായിരുന്നു ഡേവിഡിന് തോക്കുകൾ തട്ടിക്കളയാനും അവൻ്റെ മുഖത്ത് കുടം കൊണ്ടെന്ന പോലെ ഒരിടി കൊടുക്കാനും. രോഹൻ ക്യാബിൻ്റെ മൂലയിലേക്ക് തെറിച്ചു വീണു. ബഹളം കേട്ട് ക്യാപ്റ്റൻ ഫെർണാണ്ടോ ഓടി വന്നപ്പോഴേക്കും ഡേവിഡ് രോഹനെ ചുരുട്ടിക്കൂട്ടിയിരുന്നു. തീയിലിട്ട പാമ്പിനെ പോലെ അവൻ പുളയുന്നത് കണ്ടു. അവൻ രാജീവ് മേനോനെ വീഴ്ച നോക്കി. മേനോൻ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു, ചുമ്മാതാ, ഇതിനകത്ത് ക്യാമറയൊന്നുമില്ല. എന്നെ കൊല്ലല്ലേ, അവൻ കൈകൂപ്പി നിലവിളിച്ചു. രാജീവ് മേനോൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് റിസോർട്ടിലെത്തിയപ്പോൾ മനീഷയുടെ കോൾ വന്നു. ഹലോ മനീഷ. മേനോൻ ടെൻഷനെല്ലാം മറന്നു. സാർ സുഖമായിരിക്കുന്നോ? ഇപ്പോൾ കാസിനോയിലേക്ക് വരുന്നില്ലല്ലോ. സാർ ഇവിടെ ഹീറോയല്ലേ? ഞാൻ വരാം, നിന്നെ കാണാമല്ലോ. പിന്നെ മഹേഷ് റായുടെ ശല്യമുണ്ടായോ? ഇല്ല സാറേ, അയാൾ പിന്നെ കാസിനോയിൽ വന്നിട്ടില്ല. ഞാൻ ഡാഡിയോട് പറഞ്ഞോ എന്ന പേടി കാണും. അയാളൊരു വൃത്തികെട്ട കഴുകനാ. ഇനി മനീഷയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. അവൻ്റെ കാര്യം ഞാൻ ഏറ്റു. മനീഷ ചിരിച്ചു. സാറേ, ആ കൊലയാളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, പോലീസ് തിരയുന്നുണ്ട്. നിർഭനെ കൊന്ന കേസിൽ പ്രതിയാണവൻ. ഇനി അയാൾ കാസിനോയിൽ വരില്ലായിരിക്കും അല്ലേതാ സാറേ? ഞാൻ തിരിച്ചറിയുമെന്ന് അയാൾക്കുറപ്പാണ്. അയാളുടെ ലക്ഷ്യമെന്താണെന്നോ എനിക്ക് മനസ്സിലാകാത്തത്. വെറുതെ ആരെങ്കിലും ഇങ്ങനെ ഫോളോ ചെയ്ത് കൊല്ലുമോ? അല്പനേരം കൂടി സംസാരിച്ചിട്ടാണ് മനീഷ ഫോൺ കട്ടാക്കിയത്. കാമുകനോടുള്ള ശൃംഗാരം പെട്ടെന്ന് നിർത്തിയോടെ. നടാഷ അടുത്തുവന്ന് അവളുടെ ചുമലിൽ പിടിച്ചു. സാറ് എൻ്റെ കാമുകനൊന്നുമല്ല. അദ്ദേഹത്തിന് എന്നേക്കാൾ എത്രയോ പ്രായക്കൂടുതലുണ്ട്. ഇങ്ങനെ സംസാരിക്കാൻ സാർ എന്നെ അനുവദിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ഇങ്ങനെയേ മോളെ പ്രേമം ഉണ്ടാകുന്നത്. അതിന് പ്രായമൊന്നും പ്രശ്നമല്ല. കുന്തം, മനീഷ പരിഭവിച്ചു. നടാഷ ചിരിച്ചു. മനീഷയുടെ ചുമലുകളിൽ അമർത്തി മസാജ് ചെയ്തുകൊണ്ട് അവൾ ചോദിച്ചു, നിന്നോട് ഒരു സഹായം ചോദിച്ചാൽ ചെയ്തു തരുമോ? ഞാൻ എന്ത് സഹായം ചെയ്യാനാ? മേനോൻ സാറിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി വാങ്ങിത്തരുമോ? നിനക്കിപ്പോൾ ജോലിയില്ലേ? ഞാനിത് മടുത്തിടേ. ഒരു ഡാൻസുകാരിക്ക് സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത്? എല്ലാവരെയും പോലെ എനിക്കും ഒരു കുടുംബമായി അന്തസ്വരം ജീവിക്കണം. ഈ ചോരയും നീരും അല്പം കുറഞ്ഞാൽ ആർക്കും വേണ്ടാതാകും. നടാഷയുടെ സ്വരം നേർത്ത് വേദന നിറഞ്ഞതായി. നീ പറഞ്ഞാൽ മേനോൻ സാർ കേൾക്കും. മനീഷ മുഖം തിരിച്ച് അവളെ നോക്കി. നടാഷയുടെ മിഴികളിൽ നനവ് പടരുന്നത് കണ്ടു. കാസിനോ ടൈറ്റൻ. രാത്രി 10 മണിക്ക് റൂളറ്റ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് മനീഷയാണ്. കാസിനോ ഉത്സവം പോലെ തിരക്കിലാണ്. പോളിൽ നടാഷ കൊമനേച്ചിയുടെ ഡാൻസ്. 2 പീസ് ഡ്രസ്സിൽ ആനക്കൊണ്ടയെ പോലെ മെയ് വഴക്കത്തോടെ കറങ്ങി കാണികളെ ത്രസിപ്പിക്കുന്ന അവളുടെ ചിരിക്കുള്ളിൽ വേദനയുടെ ലാഞ്ചന മനീഷ കണ്ടു. റൂളറ്റ് കറങ്ങിക്കൊണ്ടിരുന്നു. ബോൾ 8-ാം നമ്പർ പോക്കറ്റിൽ നിന്നു. നഷ്ടം വന്നവരുടെ നിരാശ കലർന്ന ശബ്ദം. ഒരാൾ 8-ൽ വെച്ചിട്ടുണ്ട് 10,000 രൂപ. മനീഷ 3,60,000 രൂപയുടെ ടോക്കൺ എടുത്ത് വിജയിച്ച കോളത്തിലേക്ക് വെച്ചു. അത് തൂത്തുവരുന്ന ആളെ കണ്ട അവൾ ഷോക്കടിച്ചതുപോലെ വിറച്ചു. അയാൾ വെയിറ്ററായി വന്ന കൊലയാളി. സർവീസ് ഗേൾ കൊണ്ടുവന്ന മദ്യം കുടിക്കുമ്പോൾ ഗ്ലാസിന് മുകളിലൂടെ അയാൾ മനീഷയുടെ മുഖം കണ്ടു. ആ കണ്ണുകളിലൊരു പ്രകാശം മിന്നി. ആ കൊലയാളി തന്നെ തിരിച്ചറിഞ്ഞെന്ന് മനീഷയ്ക്ക് മനസ്സിലായി. അവളുടെ ഉടലൊന്ന് വിറച്ചു. അയാൾ ഒരുവനെ വെടിവെച്ച് വീഴ്ത്തുന്നത് താൻ കണ്ടതാണ്. കയ്യിൽ തോക്ക് കൊണ്ട് നടക്കുന്നയാൾ. മനീഷയുടെ ഹൃദയമിടിപ്പ് കൂടി. അവിടെ നിന്ന് പോകാൻ തനിക്കിനി പറ്റില്ല. ഡ്യൂട്ടിയിലാണ്. അടുത്ത ഗെയിമിനായി ചൂതാട്ടക്കാർ നമ്പറുകളിൽ ടോക്കണുകൾ വയ്ക്കാൻ തുടങ്ങി. മനീഷ അയാളെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ഗൂഢമായി നിരീക്ഷിച്ചുകൊണ്ട് ടോക്കൺ വയ്ക്കുന്നത് നോക്കി നിന്നു.
ഒരു തടിയൻ 50,000 രൂപയ്ക്ക് ടോക്കൺ ആവശ്യപ്പെട്ടു. അയാളെ തൊട്ടുരുമ്മി കാമുകിയുമുണ്ട്. മനീഷ പണം വാങ്ങി എണ്ണി തിട്ടപ്പെടുത്തി മടക്കി ടേബിളിലെ വിടവിലൂടെ അടിയിലെ ഡ്രോയിലേക്കിട്ടു. ടോക്കണുകൾ എണ്ണി അയാൾക്ക് നൽകി. 10,000 രൂപയുടെ ടോക്കൺ അയാൾ ഒരു നമ്പറിൽ വെച്ചു. മനീഷ കൊലയാളിയെ നോക്കി. മധ്യ ക്ലാസ് കാലിയാക്കിയിട്ട് അയാൾ സർവീസ് ഗേളിനെ വിളിച്ച് ഒന്നുകൂടി ഓർഡർ ചെയ്തു. അയാളും തന്നെ ഗൂഢമായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനീഷയ്ക്ക് മനസ്സിലായി. അയാൾ 5,000-ൻ്റെ 2 ടോക്കണുകൾ 17-ാം നമ്പറിൽ വെച്ചു. രാജീവ് മേനോന് വേണ്ടി താൻ കളിച്ചത് ആ നമ്പറിലാണ്. എല്ലാവരും തങ്ങളുടെ ഭാഗ്യ നമ്പറുകളിൽ വെച്ചു കഴിഞ്ഞെന്ന് ഉറപ്പിച്ച് അവൾ റൂളറ്റ് ചലിപ്പിച്ചു. ബോളും കറക്കി വിട്ടു. ടേബിളിന് ചുറ്റുമുള്ളവർ ഉത്കണ്ഠയോടെ കാത്തുനിന്നു. ബോളിൻ്റെ വേഗത കുറഞ്ഞു. അത് ഓരോ പോക്കറ്റുകളിലൂടെയും ചാടാൻ തുടങ്ങി. കളിച്ചുകൊണ്ടിരുന്നവരുടെ ഹൃദയമിടിപ്പ് കൂടി. ബോൾ 17-ാം നമ്പർ പോക്കറ്റിൽ നിശ്ചലമായി. എല്ലാവരും വല്ലാത്തൊരു ശബ്ദത്തോടെ അയാളുടെ നേരെ മുഖം തിരിച്ചു. വീണ്ടും അയാൾ വിൻ ചെയ്തു. രാജീവ് മേനോനെ പോലെ അയാളും രാശിയുള്ള ആളാണെന്ന് അവൾക്ക് തോന്നി. ഭാവവ്യത്യാസമൊന്നുമില്ല അയാൾക്ക്. മനീഷ 3,60,000 രൂപയുടെ ടോക്കണുകൾ എണ്ണി അയാളുടെ കളത്തിൽ വെച്ചു. തടിയനും കാമുകിയും കണ്ണുമിഴിച്ചു നോക്കി. കളി നിയന്ത്രിക്കാൻ അടുത്ത ആൾ വന്നപ്പോൾ മനീഷ അവിടെ നിന്ന് മാറി. ആ കൊലയാളി തൻ്റെ മുന്നിലുണ്ട്. എത്രയും പെട്ടെന്ന് രാജീവ് മേനോനെ വിവരമറിയിക്കണം. കാസിനോയിലെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഫോൺ ചെയ്യാൻ സൗകര്യമുള്ള ഒരിടം തേടി അവൾ ഹാളിന് പുറത്തേക്ക് ചെന്നു. വാതിൽ കടന്നപ്പോൾ തിരിഞ്ഞു നോക്കി. അയാൾ വീണ്ടും കളിയിലാണ്. കയ്യിൽ നിറഞ്ഞ ഗ്ലാസ് ഉണ്ട്. മനീഷ ലിഫ്റ്റിൽ കയറി. വാതിലടയുമ്പോൾ അവസാന നിമിഷം അയാൾ ഓടി വന്ന് കയറുമോ എന്ന് അവൾ ശങ്കിച്ചു. 4th ഫ്ലോറിലെത്തി. അവിടെയുള്ള ചെറിയ ഡോറിലൂടെ ഡെക്കിലേക്ക് ഇറങ്ങി. നദിയുടെ ഓളങ്ങളെ തഴുകി വരുന്ന തണുത്ത കാറ്റ്. തലയ്ക്ക് മുകളിൽ കാസിനോ ടൈറ്റിൻ്റെ കൂറ്റൻ ബോർഡ്. അവിടെ നിന്ന് പല നിറങ്ങളിലുള്ള ലൈറ്റുകൾ അവളുടെ ദേഹത്തും ഡെക്കിലും വീഴുന്നു. കപ്പൽ ചെറുതായി ഉലയുന്നുണ്ട്. മനീഷ മൊബൈൽ ഫോൺ എടുത്ത് രാജീവ് മേനോനെ വിളിച്ചു. ഹലോ മനീഷ. മേനോൻ്റെ ശബ്ദം. സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. എന്താ ഈ രാത്രിയിൽ? സാറേ, ഞാനാകെ പേടിച്ചിരിക്കുകയാണ്, അവൾ പെട്ടെന്ന് പറഞ്ഞു. ആ കൊലയാളി കാസിനോയിൽ വന്നിട്ടുണ്ട്. അവൾ ഒറ്റ ശ്വാസത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇൻസ്പെക്ടർ അശോകനെ അറിയിക്കാം. ഉടനെ ഞങ്ങൾ അവിടെ എത്താം, രാജീവ് മേനോൻ പറഞ്ഞു. എന്തിനാണ് അവൻ എന്നെ കൊല്ലാൻ നടക്കുന്നത് എനിക്കറിയണം. സാറേ, പോലീസുകാർ കാസിനോയിൽ വന്നാൽ ഞാൻ പറഞ്ഞിട്ടാണെന്ന് അവൻ ഉറപ്പാകും. അയാൾ എന്നോട് പ്രതികാരം ചെയ്യില്ലേ? മനുഷ്യയ്ക്ക് ഭീതിയായി. പക്ഷേ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഘാതകനാണത്. കയ്യിൽ കിട്ടിയിട്ട് അവനെ വിടാൻ പറ്റില്ല മനീഷേ. സാറേ, പേടിയാകുന്നു. എനിക്ക് ഒളിക്കാൻ സ്ഥലമൊന്നുമില്ല. പോലീസിന് അയാളെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ കഥ കഴിക്കും. ആ ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊല്ലുന്നത് നമ്മൾ കണ്ടതല്ലേ? 4-5 നിമിഷങ്ങൾ മേനോൻ്റെ ശബ്ദമുണ്ടായില്ല. സാറേ, അവൾ വിളിച്ചു. ശരി, നീ ചെന്ന് അയാളിപ്പോൾ എവിടെയാണെന്ന് നോക്ക്. എന്നിട്ട് എന്നെ വിളിക്കേ, രാജീവ് നിർദ്ദേശിച്ചു. ആ ശരി, അവൾ സമ്മതിച്ചു. കോൾ കട്ട് ചെയ്തിട്ട് തിരിയുമ്പോൾ ചെവിയുടെ പിൻഭാഗം തണുത്ത ലോഹത്തിൽ മുട്ടി. ഉള്ളിൽ നിന്ന് വന്ന ആന്തലോടെ മനീഷ വെട്ടിത്തിരിഞ്ഞു. തൊട്ടുമുന്നിൽ അയാൾ നിൽക്കുന്നു. തോക്കിൻ്റെ കുഴൽ കീഴ്ത്താടിയിൽ കുത്തി. ആരൊരടി നീ സംസാരിച്ചത്? അയാളുടെ ശബ്ദം അവളെ വിറപ്പിച്ചു. പോലീസിന് വിവരം കൊടുക്കുകയായിരുന്നോ? മനീഷയ്ക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. തൊണ്ട വരണ്ടു പോയി. നിന്നോടാ ചോദിച്ചത്. എന്നെ ഒറ്റിക്കൊടുത്തിട്ട് നിനക്ക് കപ്പലിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? മനീഷ അയാളെ നേരിടാൻ കഴിയാതെ പിന്നോട്ട് മാറി. ഒപ്പം അയാളും വന്നു. ഡെക്കിൻ്റെ അരികിൽ കാൽ തട്ടി അവൾ നിന്നു. താഴെ ആഴമറിയാത്ത നദിയാണ്. മുകളിൽ നിന്നുള്ള വിവിധ ലൈറ്റുകൾ അയാളുടെ മുഖത്ത് വീണ് ആസുരഭാവം സൃഷ്ടിച്ചു. അയാളെ നോക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല. ആരെയാണ് വിളിച്ചതെന്ന് നിന്നോട് ചോദിച്ചത്? അയാളുടെ സ്വരം കനത്തു. ഒരു വെടിയോടൊപ്പം താൻ മരിച്ച് താഴേക്ക് വീഴുമെന്ന് അവൾക്ക് ഉറപ്പായി. രാജീവ് മേനോനെ ചുണ്ടുകൾ വിറച്ചു. ആ ഫോണിങ് താ. ആജ്ഞാസ്വരം. മനീഷ ഫോൺ നീട്ടി. അയാളത് വാങ്ങി കോൾ ലോഗ് നോക്കി. രാജീവ് മേനോൻ. അയാൾ വായിച്ചു. നിങ്ങളെതിരാ സാറിനെ കൊല്ലാൻ നടക്കുന്നത്? സാർ എന്ത് കുറ്റമാണ് ചെയ്തത്? മനീഷ അറിയാതെ ചോദിച്ചു പോയി. അയാൾ വലിയ ഒരപരാധം ചെയ്തു. എന്തപരാധം? മനീഷ നടുക്കത്തോടെ തിരക്കി. അയാൾ രോഹൻ എന്ന ചെകുത്താൻ്റെ അച്ഛനാണല്ലോ. സാറിൻ്റെ മോനല്ല രോഹൻ. അല്ല, പക്ഷേ അയാളുടെ തണലിലാണ് അവനും അവൻ്റെ അമ്മയും വളർന്നത്. രാജീവ് മേനോനെയല്ല, രോഹനെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. മനീഷ ശ്വാസം കഴിക്കാതെ അയാളെ നോക്കി. 2 വെടിയേറ്റിട്ടും രോഹൻ രക്ഷപ്പെട്ടു. രണ്ടാമത്തവനെ ഒറ്റ വെടിക്ക് ഞാൻ വീഴ്ത്തി. ഒരിക്കൽ കൂടി രോഹനെ ഞാൻ കാണും. അന്നവൻ ശവമായി വീഴും. നിങ്ങളെന്തിനാണ് ഇങ്ങനെ കൊല ചെയ്യുന്നത്? അവൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. കൂടുതലൊന്നും നീ അറിയണ്ട. മനുഷ്യയ്ക്ക് പലതും അയാളോട് ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഭയം അവളെ തടഞ്ഞു. ഇനി നീ ആരോടും എന്നെപ്പറ്റി മിണ്ടരുത്. ഇത് ഞാൻ ക്ഷമിച്ചു, അയാൾ പറഞ്ഞു. എന്നെ ഒറ്റിക്കൊടുത്തിട്ട് നിനക്ക് എവിടെ വരെ പോകാൻ കഴിയും? ഏറിയാൽ പാലാ വരെ. അത് കഴിഞ്ഞാൽ മീനച്ചിലാറിൻ്റെ അടിയിലേക്ക്. മനീഷയുടെ കണ്ണുകളിലെ നടുക്കം അയാൾ കണ്ടു. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ഗുഡ്. ജീവൻ രക്ഷിക്കാൻ നിനക്കറിയാം. രാജീവ് മേനോനെ വിളിച്ച് ഞാൻ പോയെന്ന് പറഞ്ഞേക്കൂ. അയാൾ ഫോൺ തിരിച്ചു കൊടുത്തു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് മനീഷ രാജീവ് മേനോനുമായി കണ്ടുമുട്ടി. ഹയാത്ത ഹോട്ടലിലായിരുന്നു. അയാൾ നിർഭനെയും രോഹനെയും വേട്ടയാടുന്നത് എന്തിനാണ്? മനീഷ പറഞ്ഞതല്ല കേട്ടിട്ട് രാജീവ് ചോദിച്ചു. എനിക്കറിയില്ല സാർ. വേറെ ആരെയൊക്കെയോ അയാൾ കൊല്ലുമെന്നാണ് പറഞ്ഞത്. സാറിനെ കൊല്ലാനല്ല അയാൾ ശ്രമിച്ചതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി.
മേനോൻ 2 നിമിഷം അവളുടെ കണ്ണുകളിൽ നോക്കിയിരുന്നു. സാർ, ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു. എന്താ? സംസാരിച്ചത് ഹിന്ദിയിലാണെങ്കിലും അയാൾ മലയാളിയാണ്. അതെ സാറേ, അയാളുടെ സംസാരത്തിനിടയിൽ വന്നു. ഗോവയിലൊരു മലയാളി കില്ലർ. ലഞ്ച് കഴിഞ്ഞ് പിരിയാൻ നേരം മനീഷ രാജീവ് മേനോനോട് പറഞ്ഞു, എനിക്ക് സാറിനോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നിനക്ക് എന്നോട് സംസാരിക്കാൻ എന്തിനാ ഒരു മുഖവുര? പറയേ. മേനോൻ കാറിനടുത്ത് ചെന്ന് നിന്നു. മനീഷ തിരിച്ചു വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു നടേഷ കൊവനേച്ചി. നിന്റെ കാര്യം ഞാൻ മേനോൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. സാർ എന്ത് പറഞ്ഞടി? നടേഷയ്ക്ക് ഉത്കണ്ഠയായി. ജോലി തരാമെന്ന് പറഞ്ഞു. ബോംബെയിലോ പൂനെയിലോ ആയിരിക്കും, കിങ് ബാങ്കിൽ. നേരാണോടി? ഇത്ര പെട്ടെന്ന് ആ സന്തോഷ വാർത്ത അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സാറിന് നിന്നെയൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂവിനാണോടി? അതൊന്നും എനിക്കറിയില്ല. നിനക്കെന്താ വിഷമമുണ്ടോ സാറിനെ കാണാൻ? എൻ്റെ ദൈവമേ, വിഷമമോ? എനിക്ക് പുതിയൊരു ജീവിതം കിട്ടുകയല്ലേ. താങ്ക് യു ഡി. അവൾ മീനയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. നടേഷയുടെ സന്തോഷം എത്രയധികമാണെന്ന് മനീഷയ്ക്ക് മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞാണ് ഇൻസ്പെക്ടർ അശോകനുമായി സംസാരിക്കാൻ രാജീവ് മേനോന് സന്ദർഭമുണ്ടായത്. റിസോർട്ടിലെ കോട്ടേജിലിരുന്ന് അവർ സംസാരിച്ചു. മനീഷ ആ കൊലയാളിയെ കണ്ട വിവരങ്ങൾ രാജീവ് ധരിപ്പിച്ചു. അയാൾ ലക്ഷ്യം വെച്ചത് എന്നെ അല്ലെങ്കിൽ പോലും ഒരു കൊലയാളിയാണ്, സീരിയൽ കില്ലർ. അതുകൊണ്ട് ഞാൻ ഈ വിവരം അശോകനുമായി ഷെയർ ചെയ്യുന്നത്. ഡേവിഡ് കൊണ്ടുവന്ന കോഫി ഇരുവരും കുടിച്ചു. കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണല്ലോ സാറേ, അശോകൻ പറഞ്ഞു. രോഹൻ ആ കൊലയാളിയെ കണ്ടില്ലെന്നാണ് പറയുന്നത്. കൊല്ലപ്പെട്ട നൃപന് അയാളെ അറിയില്ലായിരുന്നെന്ന് കൂടെയുണ്ടായിരുന്ന ഹേമാസ് സൊമനിക് ഉറപ്പിച്ചു പറയുന്നു. അശോകൻ കോഫി ഒരിറക്ക് ആസ്വദിച്ചു. അതെന്തായാലും കൊലയാളി നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ടല്ലോ. ഇക്കാര്യം സംസാരിക്കാൻ 2 ദിവസമായി അശോകനെ അന്വേഷിക്കുകയായിരുന്നു. കമ്മീഷണർ ഏൽപ്പിച്ച കേസിൻ്റെ പിന്നാലെയായിരുന്നു സാറേ ഞാൻ. ഐസക് സ്റ്റീഫനെ രക്ഷിക്കാൻ കമ്മീഷണർ മകൻ പ്രദീപ് ഗവാക്കറെ ഭീഷണിപ്പെടുത്തിയവരെ ട്രേസ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ആരാണത് ചെയ്തത്? ആളുകളെ കിട്ടിയില്ല. കമ്മീഷണർക്ക് ഫോൺ ചെയ്ത സമയത്ത് മെഡിക്കൽ കോളേജ് ടവറിൻ്റെ പരിസരത്തായിരുന്നു അത്. 2 ദിവസം ഞാൻ അവിടം അരിച്ചുപെറുക്കിയിട്ടും ഫലമുണ്ടായില്ല. പ്രദീപ് ഗവാക്കർ എങ്ങനെയുള്ളവനാണ്? രാജീവ് ചോദിച്ചു. എഞ്ചിനീയറാണ്, പെർഫെക്റ്റ് ജെന്റിൽമാൻ. അയാളെ മുഖം മൂടിക്കെട്ടിയാണ് അവർ കൊണ്ടുപോയത്. ഞാൻ പ്രദീപുമായി സംസാരിച്ചു. ആരാണെന്ന് ഒരു നോക്ക് കാണാൻ കൂടി കഴിഞ്ഞില്ല. ഐസക് സ്റ്റീഫനെ പിടിച്ച് 2 പൊട്ടിച്ചാൽ അതാരാണെന്നറിയാം. ചിലപ്പോൾ ജ്യോതിക്കും അറിയാമായിരിക്കും. അവരെൻ്റെ നിരീക്ഷണത്തിലാണ് സാറേ. കേന്ദ്രത്തിലൊക്കെ വലിയ പിടിപാടുള്ളവരല്ലേ. പെട്ടെന്ന് കയറി കൈവയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. ഒന്ന് നിർത്തി ഇൻസ്പെക്ടർ അശോകൻ പറഞ്ഞു. ഈ ഇൻവെസ്റ്റിഗേഷൻ വളരെ കോൺഫിഡൻഷ്യലായിരിക്കണമെന്നാണ് കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. രാജീവ് മേനോൻ കാപ്പി കുടിച്ച് തീർത്തു. അടുത്ത ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു ഇൻസ്പെക്ടർ അശോകൻ. ഭാര്യ കൊടുത്ത പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിയയുടെ ഫോൺ വന്നത്. സബ് ഇൻസ്പെക്ടറും ഇലക്ട്രോണിക് എഞ്ചിനീയറുമാണ് മരിയ. എന്താ മരിയ? സാറിനെ എനിക്ക് എത്രയും വേഗം തനിച്ചൊന്ന് കാണണം. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. ഞാൻ വീട്ടിലുണ്ട് മരിയ, ഇങ്ങോട്ട് വരൂ. 10 മിനിറ്റിനുള്ളിൽ മരിയയുടെ മാരുതി കാർ മുറ്റത്ത് വന്നു നിന്നു. രാത്രി 8 മണിയായിരുന്നു. ബ്രൗൺ ജീൻസും വെള്ള ഷർട്ടുമാണ് മരിയ ധരിച്ചിരുന്നത്. കൈ മടക്കി വെച്ചിരിക്കുന്നു. ആ ഡ്രസ്സ് അവൾക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് അശോകന് തോന്നി. പ്രദീപ് ഗവാർക്കർ ഭീഷണി കോൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്ന് സാർ പറഞ്ഞിരുന്നില്ലേ? അഭിമുഖമായി ഇരുന്ന് മരിയ പറഞ്ഞു തുടങ്ങി. ഇന്നുച്ചയ്ക്ക് ഒരു കോൾ ഞാൻ റെക്കോർഡ് ചെയ്തു. ഓഫീസിൽ ആരോടും പറഞ്ഞിട്ടില്ല. സാറൊന്ന് കേട്ടു നോക്കൂ. മരിയ ചെറിയ സോണി റെക്കോർഡിംഗ് എടുത്ത് ഓൺ ചെയ്തു. ഇൻസ്പെക്ടർ അശോകൻ ഉത്കണ്ഠയോടെ കാതോർത്തു. ഹലോ, PG ആണ് സംസാരിക്കുന്നത്. അടുത്ത ആഴ്ച 100 കിലോ എത്തും. അല്ല, കൊക്കൈൻ, മെക്സിക്കോയിൻ. സാന്റിയാഗോയെ ഏൽപ്പിക്കണം. പഴയതുപോലെ. നമുക്ക് 50 കോടി. 50. പുതിയ ഒരു എയർലൈൻ നമ്മുടെ നിയന്ത്രണത്തിൽ വന്നിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയിലേക്ക് 3 ഫ്ലൈറ്റ്. ഡൺ. ഓവർ. കോൾ കട്ടായി. മരിയ അശോകനെ നോക്കി. അയാളുടെ മുഖം വിവരണമായിരുന്നു. മറുവശത്തു നിന്നുള്ള ശബ്ദം വ്യക്തമായി കിട്ടിയിട്ടില്ല സാർ, മരിയ പറഞ്ഞു. ഇത് പ്രദീപ് ഗവാർക്കറുടെ ശബ്ദമല്ലേ? അതെ, PG എന്നർത്ഥമാക്കുന്നത് അതാണ്, മരിയ മന്ത്രിച്ചു. കമ്മീഷണറുടെ മകൻ ഗോവയിലെ നാർക്കോട്ടിക് ഡോണാണോ മരിയെ? അശോകൻ്റെ ശബ്ദം പതറി. ഐസക് സ്റ്റീഫനെ രക്ഷിക്കാൻ അവനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞത് ഒരു കള്ളക്കഥയാണ്. പ്രദീപ് ഗവാർക്കറാണ് അതിന് പിന്നിൽ. ലാറ്റിൻ അമേരിക്കയിലേക്കുള്ള ഡ്രഗ്സ് കാരിയറായി അവർ കിങ് എയർലൈൻസിൻ്റെ 3 എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുകയാണ്, മരിയ പറഞ്ഞു. ഇൻസ്പെക്ടർ അശോകൻ മരവിച്ചിരുന്നു പോയി. ഇതെങ്ങനെ കമ്മീഷണർ അറിയിക്കും മരിയ? ഇൻസ്പെക്ടർ അശോകൻ അസ്വസ്ഥനായി. മകൻ അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയയുടെ കണ്ണിയാണെന്നറിഞ്ഞാൽ ആ വലിയ മനുഷ്യൻ അറ്റാക്ക് വന്ന് ആയുസെത്താതെ മരിച്ചു പോകും. സാർ, പ്രദീപിന് പനാമയിലും മെക്സിക്കോയിലുമുള്ള നാർക്കോട്ടിക് ഗാങ്ങുകളുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, മരിയ ഗൗരവത്തിൽ പറഞ്ഞു. അശോകൻ എന്തു ചെയ്യണമെന്നറിയാതിരുന്നു. ഐസക് സ്റ്റീഫനെയും ജ്യോതി മേനോനെയും പോലെയുള്ള VVIPകൾ പ്രദീപിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വേണം കരുതാൻ. അതെ, കിങ് എയർലൈൻസ് വഴി ഡ്രഗ്സ് അയക്കാമെന്നല്ലേ അയാൾ പറഞ്ഞത്? അപ്പോൾ ജ്യോതി മേനോനുമായി ബന്ധമുണ്ട്, അശോകൻ സമ്മതിച്ചു.
മയക്കുമരുന്ന് കടത്താൻ ഒരു ഇൻ്റർനാഷണൽ എയർലൈൻസ് സ്വന്തമായുള്ള ഗാങ്. ഓർക്കുമ്പോൾ തല പെരുക്കുന്നു സാറേ. തിമിംഗലത്തെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന നത്തോലികളാണ് നമ്മൾ അല്ലേ? മരിയ തലയിളക്കി. അല്പനേരം കൂടി സംസാരിച്ചിരുന്നിട്ട് മരിയ യാത്ര പറഞ്ഞിറങ്ങി. അപ്പോഴാണ് ചിത്ര അങ്ങോട്ട് വന്നത്. അയാൾ ഭാര്യയെ നോക്കി. പ്രദീപ് ഗവാക്കർ ഡ്രഗ് സ്മഗ്ലറാണോ അശോകേട്ടാ? ചിത്ര ശബ്ദം താഴ്ത്തി ചോദിച്ചു. തങ്ങൾ സംസാരിച്ചത് അവൾ കേട്ട് കാണും. ചിത്രയ്ക്ക് പ്രദീപിനെ സ്നേഹവും ബഹുമാനവുമാണ്. അത്രയ്ക്ക് കഴിവും ബുദ്ധിയും മര്യാദയുമുള്ള ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ലെന്നാവണം അവൾ പറയാറുള്ളത്. മരിയ ഒരു ഇൻഫർമേഷൻ തന്നതാ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കണം. മയക്കുമരുന്ന് കച്ചവടം വലിയ കുറ്റമല്ലേ? കമ്മീഷണർ സാറോ മേഡമോ അറിഞ്ഞാൽ സഹിക്കുമോ? ചിത്ര വിഷമത്തോടെ പറഞ്ഞു. കമ്മീഷണറുടെ ഭാര്യയുമായി അവൾക്ക് അടുപ്പമുണ്ട്. മേഡം ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് അവളെയും കൂട്ടിയാണ്. ചിത്രേ, നീ ഇത് അറിയാതെ പോലും മേഡത്തോട് സൂചിപ്പിക്കരുത്. ഇല്ല, ഞാൻ ആരോട് പറയില്ല. ഭക്ഷണം റെഡിയായി, എടുക്കട്ടെ? എടുത്തോ, മക്കളെയും വിളിക്കേ. ചിത്ര പോയി. 2 ദിവസം കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടർ മരിയ അശോകൻ്റെ ഓഫീസിലേക്ക് വന്നു. ശക്തിയായ ഒരു മഴ കഴിഞ്ഞ് മാനം തെളിഞ്ഞ് വെയിൽ പരന്ന സമയം. മഴവെള്ളം കെട്ടി നിൽക്കുന്ന മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങുന്ന മരിയയെ അശോകൻ കണ്ടു. യൂണിഫോമിലാണ്. സാർ, പ്രദീപ് വാസ്കോയിലെ മെർമേഡ് ഹോട്ടലിലുണ്ട്. കൂടെ 2 ഫ്രണ്ട്സുമുണ്ട്. മുഖവരിയൊന്നും കൂടാതെ മരിയ പറഞ്ഞു. അന്ന് പ്രദീപ് ബന്ധപ്പെട്ടത് ഇപ്പോൾ കൂടെയുള്ളവനോടാണ്. അന്നവൻ കനിയയിലായിരുന്നു. നാർക്കോട്ടിക് സ്മഗ്ലിംഗ് ധാരാളം നടക്കുന്ന രാജ്യമാണത്. അവൻ കെനിയക്കാരനാണോ? അല്ല സാർ, ഇന്ത്യക്കാരനാണ്. ഇതാണ് അയാളുടെ പാസ്പോർട്ടിലെ ഫോട്ടോയും വിലാസവും. മരിയ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചു. താടിയും മീശയുമില്ലാത്ത ചെറുപ്പക്കാരൻ. ഡീൻ ആൻ്റണി, ഫോർട്ട് കൊച്ചി. അശോകൻ വായിച്ചു. ആള് മലയാളിയാണ്. അതെ, സാറിൻ്റെ നാട്ടുകാരൻ. അശോകൻ ഫോട്ടോയിൽ നോക്കി. കൊച്ചിക്കാരൻ ആൻ്റണിക്ക് ഗോവ പോലീസ് കമ്മീഷണറുടെ മകനുമായി ഡ്രഗ് ബിസിനസ്. ഇവൻ ചില്ലറക്കാരനായിരിക്കില്ലല്ലോ. സാറേ, മകൻ്റെ ഇടപാടുകളെക്കുറിച്ച് കമ്മീഷണർക്ക് സംശയമുണ്ടാകാനാണ് സാധ്യത. അതെന്താ മരിയ അങ്ങനെയൊരു സംശയം തോന്നാൻ? പ്രദീപ് ഗവാക്കറിനെ തട്ടിക്കൊണ്ടുപോയ കേസ് കോൺഫിഡൻഷ്യലായി അന്വേഷിക്കാൻ സാറിനോട് പറഞ്ഞത് തന്നെയാണ് പ്രധാന കാരണം. മാത്രമല്ല, ഒരേ വീട്ടിൽ താമസിക്കുന്ന മകൻ്റെ ഓരോ നീക്കവും അദ്ദേഹം ശ്രദ്ധിക്കാതിരിക്കുമോ? മരിയ പറയുന്നതിൽ യുക്തിയുണ്ട്. പക്ഷേ സാർ ഇതുവരെ എന്നോടൊന്നും സൂചിപ്പിച്ചിട്ടില്ല. അത് പറയുമ്പോൾ കമ്മീഷണർ തനിക്ക് 50 ലക്ഷം രൂപ തന്നത് അശോകൻ ഓർത്തു. അവിഹിതമായ പണം വേണ്ടെന്ന് പറഞ്ഞ് കൈ കഴുകിയതാണോ? പണം തന്ന് തന്നെ സ്വാധീനിച്ചതാണോ? IPS ബുദ്ധിയാണ്. അശോകന് ആശങ്കയായി. എന്തായാലും മറ്റാരും ഇതറിയാൻ ഇടയാവരുത്. ഞാൻ മെർമേഡ് ഹോട്ടലിൽ അന്വേഷിക്കാം. സർ. മരിയ എഴുന്നേറ്റു. പിറ്റേന്ന് രാവിലെ 9 മണിയോടെ ഇൻസ്പെക്ടർ അശോകൻ്റെ കാർ ഹെയർപിൻ വളവുകൾ കയറി മെർമേഡ് ഹോട്ടലിന് മുന്നിലെത്തി. വാസ്കോയിലെ കുന്നിൻ മുകളിൽ പുതിയതായി നിർമ്മിച്ച 5 നക്ഷത്ര ഹോട്ടലാണത്. അശോകൻ കാറിൽ നിന്നിറങ്ങി. ഡബോളിയും എയർപോർട്ടും താഴെ പുതിയ നിർമ്മിതികൾക്കായി പൊളിച്ചു കളയുന്ന പഴയ കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും അവിടെ നിന്നാൽ കാണാം. റിസപ്ഷനിൽ ചെന്നപ്പോൾ പ്രദീപ് റെസ്റ്റോറൻറ്റിലുണ്ടെന്ന് പറഞ്ഞു. മരിയയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന ആ സ്ത്രീയാണ്. തീരെ തിരക്ക് കുറഞ്ഞ വിശാലമായ റെസ്റ്റോറൻറ്റിൽ ഒരു മേശക്കരികിൽ പ്രദീപ് ഗവാക്കറും ഒരു ചെറുപ്പക്കാരനും ഇരിപ്പുണ്ട്. പാസ്പോർട്ടിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെ താടി മീശ അയാൾക്കുണ്ട്. അശോകനെ കണ്ടപ്പോൾ പ്രദീപ് തെല്ലമ്പരപ്പോടെ നോക്കി. പ്രദീപേ, അങ്കിളെ. പ്രദീപ് എഴുന്നേറ്റ് അശോകനെ കൈ കൊടുത്തു. അവനെ കണ്ടാൽ സ്പോർട്സ് താരം സുനിൽ ഗവാസ്കറുടെ ചെറുപ്പം പോലെ തോന്നിക്കുമെന്ന് അശോകൻ ഓർത്തു. ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഇവിടെ വന്നതാണ്. പ്രദീപിനെ കണ്ടത് സർപ്രൈസ് ആയിരിക്കുന്നു. അശോകൻ അവൻ്റെ സുഹൃത്തിനെ നോക്കി. ഇതെൻ്റെ ഫ്രണ്ട് ഡീൻ ആൻ്റണി. പ്രദീപ് പരിചയപ്പെടുത്തി. കൊച്ചിക്കാരനാണ്. അവിടെ പുതിയതായി തുടങ്ങിയ കണ്ടെയ്നർ ടെർമിനലിൽ ബിസിനസ്സുകളുണ്ട്. അങ്കിൾ MP ആണ്. പ്രദീപിൻ്റെ പ്രായമാണ് ആൻ്റണിക്ക്. അയാൾ റം ആസ്വദിക്കുന്നു. ഇത് ഇൻസ്പെക്ടർ അശോകൻ. എന്നെ കിഡ്നാപ്പ് ചെയ്തവരെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണ്. ഗോവൻ പോലീസിലെ ഇൻ്റലിജൻറ്റ് കിങ്ങാണ് ഈ നിൽക്കുന്നത്. പ്രദീപ് അശോകൻ്റെ ചുമലിൽ തട്ടി. ഹലോ. ആൻ്റണി എഴുന്നേറ്റ് അശോകനെ ഹസ്തദാനം ചെയ്തു. അയാളുടെ കൈക്ക് ഉരുക്കിൻ്റെ കരുത്താണെന്ന് അശോകന് മനസ്സിലായി. അങ്കിളിന് ഒരു ഡ്രിങ്ക് പറയട്ടെ? ആൻ്റണിക്ക് റമ്മാണ് ഇഷ്ടം. ഞാൻ 2 എണ്ണമായി. കാലി ഗ്ലാസ് നീക്കി വെച്ചുകൊണ്ട് പ്രദീപ് പറഞ്ഞു. റെസ്റ്റോറൻറ്റ് ഒരു വശത്ത് ബാറുണ്ട്. താങ്ക്സ്, ഞാൻ ഡ്യൂട്ടിയിലാണ്. അശോകൻ പറഞ്ഞു. ഡ്യൂട്ടിയിൽ 1 എണ്ണം കഴിക്കണം സാർ. അപ്പോഴാ ബുദ്ധി കൂടുതൽ ഉണരുന്നത്. ഡീൻ ആൻ്റണി അഭിപ്രായപ്പെട്ടു. തൊട്ടടുത്ത ടേബിളിലെ കസേരയിൽ നിന്ന പെൺകുട്ടിയെ അശോകൻ ശ്രദ്ധിച്ചു. അവൾ മുന്നിലെ പ്ലേറ്റിലെ വിഭവം ഫോർക്ക് കൊണ്ട് അലസമായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശപ്പില്ലാത്ത പോലെ. കൊച്ചു മദാമയെ പോലെ തോന്നിക്കുന്ന അവൾക്ക് 15 വയസ്സോളം പ്രായമേ ഉള്ളൂ. രാത്രി ഉറക്കമിളച്ചതു പോലെയായിരുന്നു അവളുടെ വലിയ കണ്ണുകൾ. മാറിൽ ഒരു വെള്ളിക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. ഫിനിഷ് ചെയ്തെങ്കിൽ മെർലിൻ റൂമിലേക്ക് പോയിക്കോളൂ, പ്രദീപ് അവളോട് നിർദ്ദേശിച്ചു. പകുതിയായിരുന്ന വൈൻ ഗ്ലാസ് എടുത്ത് കുടിച്ചിട്ട് അവൾ എഴുന്നേറ്റ് പോയി. ഇവൻ്റെ ഫ്രണ്ടിൻ്റെ മകളാ, പ്രദീപ് അശോകനോട് പറഞ്ഞു. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് എറണാകുളത്ത് നിന്ന് ഗോവ കാണാൻ വന്നതാ. മെർലിൻ സ്റ്റെപ്പ് കയറിപ്പോകുന്നത് അശോകൻ കണ്ടു. ഞങ്ങളുടെ അന്വേഷണത്തിൽ മെഡിക്കൽ കോളേജ് ടവറിൽ നിന്നാണ് കിഡ്നാപ്പേഴ്സ് ഡാഡിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. അശോകൻ പ്രദീപിനെ നോക്കി. ആ സ്ഥലത്തെപ്പറ്റി എന്തെങ്കിലും ഐഡിയയുണ്ടോ? ഇല്ലെങ്കിൽ കട്ടിയുള്ള കറുത്ത ചാക്കിനുള്ളിലായിരുന്നു ഞാൻ. തലവഴി മൂടിയ അതിനുള്ളിൽ വെച്ച് കൈയനക്കാൻ പോലും പറ്റിയില്ല.
അപ്പോൾ പ്രദീപ് ഫോൺ ചെയ്തത് എങ്ങനെയാണ്? ആ ചോദ്യം അയാൾ പ്രതീക്ഷിച്ചില്ല. ആലോചിക്കാൻ സമയമെടുത്തു. ഞാനപ്പോൾ ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലായിരുന്നു. അടുത്തു നിന്നവരെ പോലും കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ സംശയം പ്രദീപിനെ അവർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയതെന്നാണ്. അയാളുടെ കണ്ണുകളിലെ ചലനം അശോകൻ ശ്രദ്ധിച്ചു. ആണോ? എനിക്കറിയില്ല. പ്രദീപ് ഗവാക്കർ തന്നെയാണ് ഐസക് സ്റ്റീഫനെ രക്ഷിക്കാൻ നടത്തിയ നാടകം ആസൂത്രണം ചെയ്തതെന്ന് അശോകൻ ഉറപ്പായി. ഡീൻ ആന്റണി ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുകയാണ്. പ്രദീപിനെ കിഡ്നാപ്പ് ചെയ്തവരെ ഞങ്ങൾ വിടില്ല, അശോകൻ പറഞ്ഞു. അങ്കിളെ, അവരൊക്കെ എന്തിനു പഠിക്കാത്ത ഡ്രഗ് അഡിക്റ്റുകളാ. അങ്കിൾ അവരുടെ പുറകെയൊന്നും പോകണ്ട, പ്രദീപ് പറഞ്ഞു. ഞാൻ രക്ഷപ്പെട്ടല്ലോ. മാത്രമല്ല ഡാഡി അങ്കിളിന് 50 ലക്ഷം രൂപ തന്നില്ലേ? ഇനി അടിച്ചു പൊളിച്ച് ജീവിക്കേ. പണത്തിൻ്റെ കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു കാണും? അശോകൻ അമ്പരപ്പിലായി. ആൻറ്റിക്കും മക്കൾക്കും അങ്കിൾ മാത്രമല്ലേ ഉള്ളൂ. പെൻഷനാകുമ്പോൾ കേരളത്തിലെ വീട്ടിൽ പോയി വിശ്രമിക്കണ്ടേ? അയാളുടെ ശബ്ദത്തിലെ ഭീഷണി അശോകന് മനസ്സിലായി. അവൻ തന്നെ തളയ്ക്കാൻ ശ്രമിക്കുകയാണ്. അശോകൻ യാത്ര പറഞ്ഞിറങ്ങി. കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ പ്രദീപും ആന്റണിയും പിന്നാലെ വന്നു. അങ്കിളേ, ഇവിടെ റിസോർട്ടിൽ വെച്ച് കൊല്ലപ്പെട്ട നിറുബൻ എൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ കൊലയാളിയെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? ആന്റണി തിരക്കി. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അശോകൻ അവൻ്റെ കണ്ണുകളിൽ നോക്കി. കൊലയാളി കഴിഞ്ഞ ദിവസം കാസിനോയിൽ വന്നിരുന്നെന്ന് അങ്കിൾ ഡാഡിയോട് പറഞ്ഞല്ലോ, പ്രദീപ് പറഞ്ഞു. കമ്മീഷണർ എല്ലാ കാര്യങ്ങളും ഇവനോട് ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് അശോകന് സംശയമായി. അവൻ ആരാണെന്നും എവിടെയാണെന്നും സാർ പറഞ്ഞാൽ മതി. ഞങ്ങളവനെ കൈകാര്യം ചെയ്തോളാം. അതിന് പ്രതിഫലമായി നൃപൻ്റെ ഡാഡി അങ്കിളിന് 1 കോടി വേണമെങ്കിലും തരും. അദ്ദേഹത്തിന് മകൻ്റെ കൊലയാളിയെ വേണം, ഡീൻ ആന്റണി പറഞ്ഞു. അവൻ്റെ സംഭാഷണം അശോകന് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു ഗവൺമെൻറ് സെർവൻ്റാണ്. നിങ്ങളുടെ പണമൊന്നും എനിക്ക് വേണ്ട, പ്രദീപ് ഇടയ്ക്ക് കയറി. അങ്കിളിന് വിവരം തന്നത് രാജീവ് മേനോനാണല്ലേ? എല്ലാം അറിഞ്ഞിട്ടാണ് അവൻ സംസാരിക്കുന്നതെന്ന് അശോകന് ബോധ്യമായി. തലയ്ക്ക് മുകളിലൂടെ ഒരു ഇൻഡിഗോ വിമാനം കഴുകനെ പോലെ താണു പറന്ന് എയർപോർട്ടിലേക്ക് പോയി. രാജീവ് മേനോൻ അന്ന് കാസിനോയിൽ പോയിട്ടില്ല. അപ്പോൾ വിവരം കൊടുത്തത് അന്ന് മേനോനെ കളിയിൽ സഹായിച്ചവളായിരിക്കും അല്ലേ? എന്താണ് അവളുടെ പേര്? അശോകൻ മറുപടി പറയാൻ താമസിച്ചപ്പോൾ അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് നിവർത്തി. മനീഷ ചൗധരി. കൊലയാളി നൃപനെ വെടിവെച്ച് കൊല്ലുമ്പോൾ അതിനടുത്ത് അവളും ഉണ്ടായിരുന്നു. മനീഷയും രാജീവ് മേനോനും കൊലയാളിയെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മൂക്കിൻ തുമ്പത്ത് അയാളുണ്ടല്ലോ. എന്നിട്ടും പിടിക്കാത്തതെന്താ? കുറ്റപ്പെടുത്തലും പരിഹാസവും പ്രദീപിൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു. അവനെ നേരിട്ട് കണ്ടിട്ടേ ഞാൻ ഗോവ വിട്ടു പോകൂ, ആന്റണി പറഞ്ഞു. മനീഷയ്ക്ക് ആ കൊലയാളിയെ പരിചയമുണ്ട് അല്ലേ സാർ? പ്രദീപ് ഇടയ്ക്ക് കയറി ചോദിച്ചു. ഇല്ല, അവൾക്കങ്ങനെ പരിചയമൊന്നുമില്ല. അതെങ്ങനെ സാറിനറിയാം? അവൾ അവൻ്റെ സഹായിയാണെങ്കിലോ? ഇനി ഞങ്ങൾ കണ്ടുപിടിക്കാം, ഡീൻ ആന്റണി പറഞ്ഞു. അശോകനെ മിണ്ടാൻ കഴിഞ്ഞില്ല. അവർ ഹോട്ടലിലേക്ക് പോയി. കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു. പ്രദീപ് ഗവാക്കർ മനീഷയെ കോർണർ ചെയ്യുകയാണ്. രാജീവ് മേനോനുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ആ നിരപരാധി പീഡിപ്പിക്കപ്പെടും. അശോകൻ ഫോണെടുത്ത് രാജീവ് മേനോനെ വിളിച്ചു. എൻഗേജ്ഡാണ്. കാറിൽ കയറുന്നതിന് മുമ്പ് ഹോട്ടലിൻ്റെ മുകൾ നിലയിലേക്ക് നോക്കി. 3ാമത്തെ നിലയിലെ ബാൽക്കണിയിൽ ഒരു പെൺകുട്ടി താഴേക്ക് നോക്കി നിൽക്കുന്നു. അവളിപ്പോൾ താഴേക്ക് ചാടുമെന്നാണ് തോന്നിയത്. പെട്ടെന്ന് ആ മുഖം മനസ്സിലുടക്കി. ഹേമ സൊമാനി, നൃപൻ്റെ ഗേൾഫ്രണ്ട്. അവളെന്താണ് ഇവിടെ? നാട്ടിലേക്ക് തിരിച്ചു പോയില്ലേ? അശോകൻ കാറിൽ കയറി പോകുന്നത് പ്രദീപ് ജനലിലൂടെ ഡീൻ ആന്റണിയെ ചൂണ്ടിക്കാണിച്ചു. അവൻ എന്നെ തേടി വന്ന എന്തോ സൂചന കിട്ടിയിട്ടുണ്ട്. അവൻ വെറും കൊതുക. ഒരു ഞൊട്ട് കൊടുത്താൽ മതി, ചോര പൊട്ടിച്ചാകും. നമുക്ക് വേണ്ടത് അവളെയാ, മനീഷയെ, ഡീൻ ആന്റണി മെർലിൻ്റെ മുതുകിൽ തടവിക്കൊണ്ട് പറഞ്ഞു. സായാഹ്നവേളയിൽ റോഡിലും മരങ്ങളിലും നദിയിലും പ്രകാശം പരത്തി നദിക്ക് മുകളിൽ മഴവില്ല് തെളിഞ്ഞ് മനീഷ കണ്ടു. ഒരു ഷോപ്പിങ്ങിനായി റോഡിലൂടെ നടക്കുകയായിരുന്നു മനീഷ. പെട്ടെന്ന് ജെറ്റ് ഇരുമ്പുന്ന പോലെ ഒരു ചുവന്ന ഫെറാറി കാർ പാഞ്ഞു വന്നു. മനീഷയ്ക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല. ആ കാർ മനീഷയുടെ തൊട്ട് മുന്നിലെത്തി സഡൻ ബ്രേക്ക് ചെയ്തു. അതിൻ്റെ ബമ്പർ അവളുടെ കാൽമുട്ടിൽ തൊട്ടു. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മനീഷ മുന്നോട്ട് കുനിഞ്ഞ് ഫെറാറിയുടെ ബോണറ്റിലേക്ക് കൈകൾ കുത്തി. അതിൻ്റെ വാതിലുകൾ തുറന്ന് സൺഗ്ലാസ് ധരിച്ച 2 പേർ പുറത്തിറങ്ങി. പ്രദീപ് ഗവാക്കറും ഡീൻ ആന്റണിയും. കഥ തുടരും.